ചതി തിരിച്ചറിയണം. ചതി കാട്ടുമുന്തിരിയുടെ പഴം പോലെ ഭംഗിയുള്ള രൂപത്തിലായിരിക്കും പല ചതികളും വരുന്നത്, പല അപകടങ്ങളും വരുന്നത്, പല ദുരിതങ്ങൾ കയറി വരും, നഷ്ടങ്ങൾ കയറി വരുന്നത്. ജോലി തരാം, ഇന്ന പോലെ ചെയ്യാം, നിങ്ങൾ അത് ചെയ്യ്, ഇത് ചെയ്യ്. കാട്ടുമുന്തിരിയാന്ന് കണ്ടാൽ അത് പറിച്ച് പാത്രത്തിലിട്ട് വേവിക്കല്ല്. കാട്ടുമുന്തിരിയുടെ കാര്യമല്ല, ചില ബന്ധങ്ങൾ, ചില മനുഷ്യരോടുള്ള അടുപ്പം, ചില കൊടുക്കൽ വാങ്ങലുകൾ, ചില ബിസിനസ്സുകൾ, അപകടം അതിനകത്ത് പതുങ്ങിയിരിപ്പുണ്ട്. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടെ നിൽക്കുന്ന ഈ സമയത്ത് നമ്മുടെ കണ്ണുകൾ നടച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ട നിയോഗങ്ങൾ, പ്രിയപ്പെട്ട വ്യക്തികൾ, അതെല്ലാം ഒന്ന് മനസ്സിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈ ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഈ സ്ഥലത്ത് ദൈവവചനം കേൾക്കാൻ എന്നെ എത്തിച്ചത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണെന്ന് വിശ്വസിക്കുക. ഒരു ഹോസ്പിറ്റലിൽ ഏതെങ്കിലും പരിക്ക് പറ്റിച്ചെന്നാൽ ഡോക്ടർമാർ ചെയ്യുന്നത്, നഴ്സുമാർ ചെയ്യുന്നത് ആ മുറിവുകൾ ക്ലീൻ ചെയ്ത് മരുന്ന് വെച്ച് കെട്ടി പറഞ്ഞയക്കും. ഇതുപോലെ മനസ്സ് വിഷമിച്ചും വേദനിച്ചും വന്ന ഓരോ വ്യക്തികൾക്കും ദൈവത്തിൻ്റെ സമാധാനം നൽകി, ദൈവത്തിൻ്റെ വചനങ്ങളെ നൽകി, ഉള്ളിൽ തട്ടിയുള്ളൊരു പ്രാർത്ഥന കൊടുത്ത് അവരുടെ മുറിവുകളെ, വേദനകളെ സൗഖ്യമാക്കാൻ വേണ്ടതൊക്കെയും ചെയ്യുന്ന ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടൊരു സ്ഥലമാണിത്. ഈ ആലയത്തിൻ്റെ അകത്തും പുറത്തുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമ്മൾ ഓർക്കുകയാണ്. പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ, നിങ്ങളെ ഞങ്ങളെക്കാൾ ശ്രേഷ്ഠരായി ഞങ്ങൾ കാണുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെയും ഞങ്ങളെക്കാൾ ശ്രേഷ്ഠരായും മഹത്വമുള്ളവരായും ഞങ്ങൾ നിങ്ങളെ കാണുന്നു. വചനം കേൾക്കുന്നവരും പ്രാർത്ഥിക്കാൻ വരുന്നവരും കൊള്ളരുതാത്തവരും പാപികളുമാണെന്നല്ല അർത്ഥം. ദൈവമക്കളാണെന്നും ദൈവാനുഗ്രഹങ്ങൾക്ക് അവകാശികളാണെന്നുമാണ് അതിൻ്റെ അർത്ഥം. നമ്മളിങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചിലർ പറയും അവരൊക്കെ പാപികളും കൊള്ളരുതാത്തവരുമാണ്. പാപികളും കൊള്ളരുതാത്തവരുമല്ല ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്. ദൈവമക്കളായതുകൊണ്ടും ആ ദൈവാനുഗ്രഹത്തിന് ഞാനും നിങ്ങളും അവകാശികളായതുകൊണ്ടുമാണ് നമ്മൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത്. ഇതിനൊരു ഉദ്ദേശമുണ്ട്. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകളെ അടച്ച്, ദൈവം എന്താണെന്നറിയോ ദൈവവചനത്തിലൂടെ പറയുന്നത്? ഒരു നാളും കൈവിടില്ലെന്നാണ്, ഒരു നാളും ഉപേക്ഷിക്കില്ലെന്നാണ്. അത് നിങ്ങൾ വിശ്വാസത്തിൽ നിങ്ങളോട് തന്നെ ഒന്ന് പറയണം. ദൈവം ഒരു നാളും എന്നെ തള്ളിക്കളയില്ല, ഒരു നാളും എന്നെ ഉപേക്ഷിക്കുകയില്ല. ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഈ വചനം കേൾക്കുന്ന എന്നിലും എൻ്റെ കുടുംബത്തിലും രക്ഷയുടെ സന്തോഷം ഉണ്ടാകണമേ. വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന എന്നിലും എൻ്റെ കുടുംബത്തിലും രക്ഷയുടെ സന്തോഷം ഉണ്ടാകണമേ. രക്ഷയുടെ സന്തോഷം നിറയണമേ. നിങ്ങളുടെ കുടുംബങ്ങളിൽ തമ്മിലടിക്കുന്ന, തമ്മിലകറ്റുന്ന എന്തെങ്കിലും ശക്തികളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തെ തമ്മിൽ തല്ലിക്കുന്ന, തമ്മിലടിപ്പിക്കുന്ന, ഒരു സമാധാനവും ഇല്ലാത്തൊരു അന്തരീക്ഷം നിങ്ങളുടെ വീടുകളിലുണ്ടെങ്കിൽ ഇന്ന് പ്രാർത്ഥിച്ച കർത്താവേ, സമാധാനത്തിൻ്റെ രാജാവേ, എൻ്റെ കുടുംബത്തിലേക്കൊന്ന് കയറി വരണമേ. സക്കേവൂസിൻ്റെ ഭവനത്തിലേക്ക് കയറി വന്നതുപോലെ സമാധാനമില്ലാത്ത എൻ്റെ വീട്ടിലേക്കൊന്ന് കയറി വരണമേ. എൻ്റെ അവസ്ഥകൾ ഇന്ന് വളരെ മോശമാണ്. ചില ആളുകൾക്ക് ജീവിക്കണമെന്ന് തന്നെ ഇല്ല, എങ്ങനെയാലും മരിച്ചാൽ മതി എന്ന് വരെ ചിന്തിച്ചവരുണ്ട്. അവസ്ഥ മോശമായുമ്പോഴാണ് അങ്ങനെ ചിന്തിക്കുന്നത്. ഇന്ന് പ്രാർത്ഥിച്ചേ, എൻ്റെ യേശുവേ, എൻ്റെ ഭവനത്തിലേക്ക് കയറി വരണമേ.
എൻ്റെ കുടുംബത്തിനകത്ത് മിക്ക ദിവസവും തമ്മിലടിയും തമ്മിൽ വഴക്കും തമ്മിൽ ചേരുന്നേയില്ല. ആ ഭവനത്തിൽ രക്ഷയുടെ സന്തോഷത്തെ നിറയ്ക്കണമേ, രക്ഷയുടെ സന്തോഷത്തെ നിറയ്ക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലെ അസ്വസ്ഥതകളെ മാറ്റണമേ. ഒരു സഹോദരി പറഞ്ഞു, ഒരു ഭാര്യ പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എൻ്റെ ഭർത്താവ് ഭയങ്കരമായി മദ്യപിച്ച് ഒരു ബോധവും ഇല്ലാതെ അവിടെ കിടക്കുന്നത് കണ്ട് മനസ്സ് മടുത്താ ഞാൻ പോകുന്നത്. തിരിച്ചു ചെല്ലുമ്പോൾ എൻ്റെ വീടിൻ്റെ അവസ്ഥ എന്നാന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷെ എന്തായാലും ഞാൻ പ്രാർത്ഥിക്കാനായി ഇങ്ങ് പോന്നതാണ്. എനിക്കറിയില്ല, എൻ്റെ വീട്ടിലേക്ക് ഞാൻ ഫോണൊന്നും വിളിച്ചിട്ടില്ല. പല മനുഷ്യരും പ്രതീക്ഷിച്ചതൊന്നുമല്ല അവർക്ക് ലഭിച്ചത്. പ്രതീക്ഷിച്ചതൊന്ന്, ലഭിച്ചതോ മറ്റൊന്ന്. എന്തുമായിക്കൊള്ളട്ടെ, ആ വിഷമത്തെ നോക്കി തുറന്ന ദൈവവചനത്തിൻ്റെ മുമ്പിൽ നിന്ന് പാട്ടുകാരൻ ഇപ്പോൾ പാടും, ഒരു നാളും കൈവിടില്ല. എന്നോട് എൻ്റെ ദൈവം പറയുന്നതാ പാടുന്നത്, ഒരു നാളും ഉപേക്ഷിക്കില്ല. ചേർന്ന് പറഞ്ഞു, ഒരു നാളും കൈവിടില്ല. അത് വിശ്വസിക്കുക. ഒരു നാളും ഉപേക്ഷിക്കില്ല. കാരണം ഒരു നാളും മറക്കുകയില്ല. എന്റെ എത്ര വിശ്വസ്തൻ. പറഞ്ഞു, ഒരു നാളും മറക്കുകയില്ല. എത്ര വിശ്വസ്ത. എൻ്റെ ഭവനത്തിൽ രക്ഷയുടെ സന്തോഷം ഇന്ന് നിറയും. എൻ്റെ വീടിനകത്തുള്ള പ്രതിസന്ധികൾ മാറും. എൻ്റെ മക്കളിലുള്ള സാഹചര്യങ്ങൾ മാറും. ഞാൻ ഇന്ന് സത്യദൈവത്താലും സത്യവചനത്താലും അനുഗ്രഹിക്കപ്പെടും. ഞാൻ ഇന്ന് സത്യദൈവത്താലും സത്യവചനത്താലും അനുഗ്രഹിക്കപ്പെടും. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ, എത്തനൈ നിന്നകൾ, എത്തനൈ തേവകൾ, എനശൂലനിன்றாலும் உம்மை பார்க்கிறேன். உத்தம ஊழியன் என்று நீ சொல்லிடும் ഒരു വാർത്ത കേട്ടിടാ ഉന്മയായി ഓടുകിன்றേ. ഉത്തമ ഊഴിയൻ என்று നീ சொல்லிடும். അழைத்தவரേ അழைத்தவரേ എന്നോളിയത്തിൻ ആധാരമേ. വിശ്വസിച്ച് പറ, എൻ്റെ ജീവിതത്തിൽ രക്ഷയുടെ സന്തോഷം നിറയും. എൻ്റെ ഭവനത്തിൽ രക്ഷയുടെ സന്തോഷം നിറയും. എൻ്റെ മക്കളിൽ രക്ഷയുടെ സന്തോഷം നിറയും. ആമേൻ. ഇരിക്കാമോ? ഹല്ലേലൂയ. ഇന്ന് ഓഗസ്റ്റ് 15-ാം തീയതിയാണ്. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഒരു ഓർമ്മയും ഓർക്കുന്ന നല്ല ദിവസമാണ്. നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഈ ആലയത്തിൽ വരുമ്പോഴേ എന്തൊക്കെയോ ഒരു സമാധാനമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിവിടെ കുറേ പ്രസംഗിക്കുന്ന ആളുകളോ പാട്ടുപാടുന്ന ആളുകളോ ഉള്ളതുകൊണ്ടല്ല, ഒരു ദൈവ സാന്നിധ്യം ഇതിനകത്തുള്ളതുകൊണ്ടാണ്. ഒരു ദൈവ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ്. ഇവിടെ പ്രഗത്ഭന്മാരും ഒന്നുമില്ല, സാധാരണക്കാരാണ്. പ്രവർത്തിക്കുന്നത് ദൈവമാണ്. ശ്രദ്ധിച്ചാൽ അറിയാം. ഇന്ന് 4:25 ശുശ്രൂഷകൾ ആരംഭിച്ച സ്ഥലമാണിത്. ഇന്നലെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ 11 മണി കഴിഞ്ഞു. ശുശ്രൂഷകരും ആളുകളൊക്കെ ഉറങ്ങിയത് വളരെ കുറച്ചു നേരമാണ്. പാട്ടുപാടുന്ന ജോൺ പറഞ്ഞു, ഇന്നലെ ബസ്സിന് വന്നപ്പോൾ ഒട്ടും ഉറങ്ങാൻ സാധിച്ചില്ല.
അത് ഏറ്റവും പുറകിലത്തെ സീറ്റിലായതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രാത്രിയിൽ ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല. പക്ഷേ എന്നാലും നിന്നുകൊണ്ട് രാവിലെ തൊട്ട് പ്രാർത്ഥിക്കാനും പാടാനും തുടങ്ങി, മടുപ്പില്ലാതെ. സ്വന്തം ശരീരത്തിലും കഴിവിലൊക്കെ ആശ്രയിക്കുന്നെങ്കിൽ മടുത്ത് ഇരുന്നു പോവും. ഞങ്ങളെയൊക്കെ നയിക്കുന്നൊരു ദൈവശക്തി ഇവിടെയുണ്ട്. പ്രിയപ്പെട്ട ജോസ് തടത്തിലച്ഛനൊക്കെ ഇവിടെയുള്ളത് ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം ഞാൻ ആരാണെന്നും എങ്ങനെയായിരുന്നുവെന്നും അച്ഛനൊക്കെ എന്നെ അറിയാം. പല പ്രശ്നങ്ങളിൽ പ്രതിസന്ധികളൊക്കെ ഇങ്ങനെ തട്ടിമുട്ടി പൊട്ടിപ്പോകേണ്ട സാഹചര്യത്തിലൊക്കെ പിടിച്ചു നിർത്തിയതും ഈ ജോസച്ചൻ്റെ വാക്കുകളും പ്രാർത്ഥനയൊക്കെയാണ്. സെമിനാരിയിൽ ബാംഗ്ലൂർ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഡയറക്ടർ അച്ഛനാണ്. അച്ഛൻ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സൗമ്യമായി സംസാരിക്കുന്നയാളാണ്. പക്ഷെ ഓരോരുത്തരെയും മനസ്സിലാക്കാനുള്ള ഒരു ദൈവീകമായൊരു കഴിവുണ്ട്. എന്തു വലിയ പ്രശ്നം പറഞ്ഞാലും അതിനെ കൈകാര്യം ചെയ്യാനൊരു ദൈവ കഴിവുണ്ട്. ഞങ്ങൾ ഈ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഈ 3-ാം വെള്ളിയാഴ്ച വരുമെന്ന് പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ചൊരു സന്തോഷമാണ്, ഒരനുഗ്രഹമാണ്. അച്ഛൻ അവിടെ ഇരിക്കുന്നത് കൊണ്ട് അച്ഛനെ പ്രീതിപ്പെടുത്തുവാൻ ഞാൻ പറയുന്ന വാക്കുകളൊന്നുമല്ല. ഇതെൻ്റെ കൂടെയുള്ളവർക്കും ഞങ്ങളുടെ കൂടെ പഠിച്ചവർക്കൊക്കെ അറിയാവുന്ന ഒരു നല്ലൊരു അനുഭവമാണതൊക്കെ. അച്ഛനെ നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകം വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടിയേ കാണാൻ കഴിയത്തുള്ളൂ. ഞാനിവിടെ നിൽക്കുന്നത് അച്ഛനും ഒരു അത്ഭുതമായിരിക്കും. കാരണം ഞാൻ എന്താണ്, ഒരു നാണം കുണുങ്ങിയായ ഒരാൾക്ക് ഇത്ര ആളുകളെ ഒന്നും നയിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഇത്രയും കോംപ്ലക്സ് ഉള്ള ഒരാൾക്ക് ഇങ്ങനെയൊന്നും പ്രസംഗിക്കാൻ പറ്റത്തില്ല. എനിക്ക് അങ്ങനെയുള്ള ഒരുപാട് കുറവുകളുണ്ട്. നമ്മളെവിടെ ആളുണ്ടെങ്കിലും അങ്ങ് മാറിപ്പോകും. അങ്ങനെ പ്രത്യക്ഷപ്പെടുന്നൊരു സ്വഭാവക്കാരനല്ല, നമ്മൾ മാറിപ്പോകും. നമുക്ക് നമ്മളിൽ തന്നെയുള്ള കോംപ്ലക്സുകളുണ്ട്. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന നമുക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുക, ഇങ്ങനെ പ്രസംഗിക്കാൻ പറ്റുക, എന്നെ അറിയാവുന്നത് കൊണ്ട് അച്ഛൻ അറിയാൻ പറ്റും. ഇതൊക്കെ ഒരു അത്ഭുതമാണ്. ദൈവം കൈക്ക് പിടിക്കാതെ, ദൈവം പ്രോത്സാഹിപ്പിക്കാതെ ഒരിക്കലും ഇത് ചെയ്യാൻ കഴിയത്തില്ല, ഒരിക്കലും. അതുകൊണ്ട് എല്ലാ മഹത്വവും ദൈവത്തിന് നൽകുകയാണ്, എല്ലാ മഹത്വവും. ഞങ്ങളുടെ തന്നെ ധ്യാനകേന്ദ്രം ബാംഗ്ലൂർ RRC ധ്യാനകേന്ദ്രം ഉള്ളപ്പോൾ അവിടെയൊക്കെ ഇടസമയങ്ങളിൽ ചില സമയങ്ങളിലൊക്കെ സ്റ്റേജിൽ നിന്നല്ല താഴെ നിന്ന് പ്രസംഗിക്കാനൊക്കെ അവസരം അച്ഛൻ മേടിച്ച് തരുമായിരുന്നു. അവിടെയും ആയിരങ്ങൾ പങ്കെടുക്കുന്ന ശുശ്രൂഷകളുള്ളപ്പോൾ നമുക്ക് സ്റ്റേജിൽ കയറി നിൽക്കാനുള്ള അവസരമൊന്നും കിട്ടത്തില്ല. സ്റ്റേജിൻ്റെ താഴെ നിന്ന് പ്രസംഗിക്കാനുള്ള ഭാഗ്യമേ കിട്ടത്തുള്ളൂ. എങ്കിലും ആ സമയമൊക്കെ എനിക്ക് ഒത്തിരി ഇന്നിങ്ങനെയൊക്കെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കാരണമായി നിൽക്കുന്ന ദൈവതുല്യനായൊരു മനുഷ്യനാണ് അച്ഛനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കങ്ങനെയാണ്. ഞാൻ നന്ദിയോടും സ്നേഹത്തോടും കൂടി ഓർക്കുവാണ്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം ജെയിംസ് അച്ഛനെ നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ തൊട്ടടുത്ത് ഇടവകയിലുള്ള വികാരി അച്ഛൻ, കടൽമാട് പള്ളിയിലെ വികാരി അച്ഛനാണ് ജെയിംസ് അച്ഛൻ. ഒത്തിരി സന്തോഷമുണ്ട്. ഒരാത്മബന്ധത്തിൽ നിൽക്കുന്നൊരു വൈദികനാണ്, ഒരേ മനസ്സോടെ നിൽക്കുന്നൊരു വൈദികനാണ്. ഈ വൈദികരുടെ സാന്നിധ്യവും പ്രിയപ്പെട്ട സോജനച്ചൻ്റെയൊക്കെ സാന്നിധ്യമാണ് ഈ ശുശ്രൂഷ ഇങ്ങനെ മനോഹരമായി മുന്നോട്ട് പോകാൻ കാരണം. അല്ലാതെ ഞാനെന്ന ഒരാൾ കുറച്ച് പ്രസംഗിക്കാൻ അറിയാവുന്നതുകൊണ്ട് മാത്രമല്ല, എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നത്. ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഒത്തിരി ആളുകൾ ഇതിനകത്തുണ്ട്. ഒരുപാട് ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്. എന്നെ വന്ന് കണ്ട ഒരാൾ പറഞ്ഞു, വാഴക്കുളം ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ വന്നിട്ടുണ്ട്, നഴ്സുമാർ വന്നിട്ടുണ്ട്, ഇന്ന് അവധി ആയതുകൊണ്ട് അവരൊക്കെ വന്നിട്ടുണ്ടെന്ന് ഇവിടെ വന്ന് ഒരു പരിചയപ്പെട്ട ഒരാൾ ഞങ്ങളോട് പറഞ്ഞു. അവരെ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. വന്ന ഡോക്ടർമാർ, നഴ്സുമാർ, എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, വലിയ സ്ഥാനങ്ങളിലിരിക്കുന്ന ഒരുപാട് പേർ ഉണ്ട് പല ഭാഗത്തും. പക്ഷേ എല്ലാവരെയും നന്ദിയോടും സ്നേഹത്തോടും കൂടി ഓർക്കുന്നു. ക്രിസ്തുവിൽ നിങ്ങളെ ബഹുമാനിച്ചുകൊണ്ട്, ഞങ്ങളെക്കാൾ ശ്രേഷ്ഠരായി നിങ്ങളെ കണ്ടുകൊണ്ടാണ് ഇന്ന് ദൈവവചനം പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഒന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളൊക്കെ കുറച്ച് വിഷമങ്ങളൊക്കെ അനുഭവിച്ചത് കൊണ്ടാകാം നിങ്ങളൊരാൾ ഞങ്ങളോട് സങ്കടം പറയുമ്പോൾ നിങ്ങൾ ഏതോ കഥ പറയുകയാണെന്ന് തോന്നത്തില്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ സങ്കടം പറയുമ്പോൾ
പുള്ളി ഏതാണ്ടോ കഥ പറയുവാന്നല്ല തോന്നുന്നത്, ജീവിതമാണ് പറയുന്നതെന്ന് ഫീൽ ചെയ്യും. കാരണം ഞങ്ങളും നിങ്ങളെപ്പോലെ അല്ലെങ്കിലും പല വിധത്തിൽ സഹനങ്ങളും വേദനകളും അനുഭവിച്ചവരാണ്. ഞാൻ ഇന്നലെ ശുശ്രൂഷകരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, പ്രിയപ്പെട്ട ശുശ്രൂഷകരെ, ഇവിടെ വരുന്ന ആരോടും നിങ്ങൾ ദേഷ്യപ്പെടരുത്, ഇവിടെ വരുന്ന ആളുകളോട് നിങ്ങൾ തട്ടിക്കയറരുത്, ഇവിടെ വരുന്ന ആളുകളെ ഒരു തരത്തിലും വേദനിപ്പിക്കരുത്, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ. സാധ്യമായിടത്തോളം ചേർത്ത് നിർത്തണമെന്ന് ഞാൻ പറഞ്ഞു. എന്താ അത് കാരണമെന്നറിയാമോ? അപകടത്തിൽ ആക്സിഡൻറ്റിലൊക്കെ പരിക്ക് പറ്റിയ ഒരാളെ ആംബുലൻസിൽ ICUവിലേക്ക് കൊണ്ടുവരുന്ന പോലെയാണ് പല മനുഷ്യരെ ഇങ്ങോട്ട് കയറി വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പല മനുഷ്യരെയും കണ്ടപ്പോൾ ആക്സിഡൻറ്റ് പറ്റിയ ഒരാളുടെ കൈ കാല് ഒടിഞ്ഞ് ദേഹം മുഴുവൻ പരിക്ക് പറ്റി രക്തത്തിൽ കുളിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന പോലെയാണ്. ശരീരത്തിന് പരിക്കില്ല, പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യൻ്റെ മനസ്സിനും പരിക്കുള്ളവരാണ്. പലർക്കും സന്തോഷമില്ല, ഒട്ടും സമാധാനമില്ല, കൈകാലുകൾ ഒടിഞ്ഞിട്ടൊന്നുമില്ല, ആക്സിഡൻ്റ് ഒന്നും ശരീരത്തിന് കുഴപ്പമില്ല, പക്ഷെ മനസ്സ് ആക്സിഡൻറ്റ് പറ്റിയതാണ്, മനസ്സ് മുറിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഒരാശ്വാസം തേടുന്നത് ഞങ്ങളിലാണ്, നിങ്ങളൊരു സമാധാനം അന്വേഷിച്ചത് ഞങ്ങളെപ്പോലെ ഒരു മനുഷ്യരിലാണ്. ഒരാശ്വാസം കിട്ടട്ടെ എന്ന് വിചാരിച്ചല്ലേ നിങ്ങൾ വണ്ടിക്കാശ് മുടക്കി വണ്ടിയെ കയറി ഇവിടെ വന്നത്? നിങ്ങളുടെ അടുത്തും പള്ളികളില്ലേ? നിങ്ങളുടെ അടുത്തും ധ്യാനകേന്ദ്രങ്ങളില്ലേ? അവിടെ പോയിക്കൂടായിരുന്നു? എന്തിനാ ഇവിടെ വന്നത്? ഇവിടെ വന്നാൽ എൻ്റെ ദൈവം എന്നെ എന്തോ അനുഗ്രഹിക്കുമെന്ന് എൻ്റെ അകത്തുള്ളൊരു ഉറപ്പ്, അത് ദൈവം തന്നതാണ്. ഈ ആലയത്തിൽ ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം നിങ്ങളെ സുഖപ്പെടുത്തും. ഒരു ഡോക്ടറോ നേഴ്സോ പരിക്ക് പറ്റിയ ഒരാളെ കൊണ്ടുവരുമ്പോൾ അവരുടെ ആ മുറിവിലുള്ള എല്ലാ അഴുക്കുകളും തുടച്ച് ക്ലീൻ ചെയ്ത് മരുന്ന് വെച്ച് തുന്നിക്കെട്ടും. അതേ പ്രവൃത്തിയാണ് ദൈവത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷെ കത്തി കൊണ്ടല്ല, മരുന്ന് കൊണ്ടല്ല, ദൈവവചനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, പാട്ടിലൂടെയൊക്കെ ആ നിങ്ങളുടെ വേദനകളെ സാരമില്ല, ശരിയാകും, ദൈവം അനുഗ്രഹിക്കും, നിങ്ങൾ മുന്നോട്ട് പോകും, ദൈവം സഹായിക്കും എന്നൊക്കെ പറയുന്ന വാക്കുകളാണ് പലരുടെയും സൗഖ്യത്തിന് കാരണമാകുന്നത്, പലരുടെയും അനുഗ്രഹത്തിന് കാരണമാകുന്നത്. ഞാനും നിങ്ങളും വെറും സാധാരണ മനുഷ്യരാണ്. ഞാനൊരു അസാധാരണ മനുഷ്യനല്ല, ഒരു പൊട്ട മനുഷ്യനാണ്, ചെളി പറ്റിയ, വീണുപോയ, പരിക്ക് പറ്റിയ ഒരു മനുഷ്യനാണ്. എന്നെക്കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്ന, പറയിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണിതെല്ലാം. ഇന്നൊത്തിരി പ്രതീക്ഷയോടെ ദൈവവചനം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവിടെയുള്ള ആളുകൾ ചോദിക്കും, എന്താ മനുഷ്യർ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത്? മനുഷ്യർ ഭയങ്കരമായി പ്രാർത്ഥിക്കുന്നല്ലോ. ചിലർ കരയുവാണോ, ചിലർ കണ്ണ് ഇറുക്കി അടച്ചു വച്ചിരിക്കുന്നു, ചിലർ കരയുന്നു, ചിലർ സാരി കൊണ്ടും ചൂരിദാറിൻ്റെ ഷോൾ കൊണ്ടും മുഖം മറച്ചിരിക്കുന്നു. പല രൂപത്തിലാണ് പല മനുഷ്യരുടെയും മുഖങ്ങൾ. അധികമാരും ചിരിച്ചുകൊണ്ടില്ല, കളിതമാശയായിട്ട് ഒരു കുഞ്ഞു പോലും ഇതിനകത്തില്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾ എന്തോ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവരാണ്. ഭയങ്കര ഒരു വിശ്വാസം ഇവിടെ വരുന്നവർക്കുണ്ട്. അത് സഹോദരന്മാരായാലും ഏതു പ്രായത്തിലുള്ളവരായാലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ വരണ്ടായിരുന്നു, പോകണ്ടായിരുന്നു തോന്നത്തില്ല. ഈ പ്രാർത്ഥന വെറുതെ ആയെന്നവരാരും പറയത്തില്ല. കാരണം ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, ഇടപെടുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിച്ചൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് മനുഷ്യൻ ദൈവമേ എന്ന് വിളിക്കുന്ന ഒരു സ്ഥലം മാത്രമല്ല. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എൻ്റെ ദൈവമേ എന്ന് വിളിക്കുന്നൊരു സ്ഥലമാണ്. പലരും ദൈവമേ എന്ന് വിളിക്കാറുണ്ട്, പക്ഷെ ഇവിടെ വിളിക്കുന്നവരൊക്കെ എൻ്റെ ദൈവമേ എന്നാണ് വിളിക്കുന്നത്, എൻ്റെ എന്ന് കൂടെ ചേർക്കുന്നുണ്ട്. വെറും ദൈവമേ എന്ന് ഇങ്ങനെ വിളിച്ച് സാധാരണ പോലെ പ്രാർത്ഥിക്കുന്നൊരിടമല്ല ഇത്. എൻ്റെ ദൈവമേ എന്ന് വിളിക്കുന്നൊരു സ്ഥലമാണ്. ഹൃദയത്തെ തൊട്ട് വിളിക്കുന്ന, ഉള്ളിൽ തട്ടി ദൈവത്തെ വിളിക്കുന്ന സ്ഥലമാണ്. ഞാൻ നിങ്ങളോട് ഒരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാനായി എത്തിക്കുകയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം, 32 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 38 മുതലുള്ള വാക്യമാണ്. ഈ വാക്യം നിങ്ങൾ ഇതിനു മുമ്പും കേട്ട് കാണും, ശ്രദ്ധിച്ചിട്ടുമുണ്ടാവും. പക്ഷേ ഈ ആലയത്തിൽ വച്ച് ഈ വചനം ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. വായിക്കാൻ തുടങ്ങുകയാണ്. അതിൻ്റെ ഹെഡിങ് എന്നാണെന്നറിയാമോ? വിഷം കലർന്ന ഭക്ഷണം. ഇതെന്തിനാണ് ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നത്? വിഷം കലർന്ന ഫുഡ്.
ഭക്ഷണത്തിനകത്ത് വിഷം വന്നു. അപകടമാണത്. ഭക്ഷണത്തിനകത്ത് വിഷം വന്നാൽ ആളുകൾ മരിച്ചു പോകും, പ്രശ്നമുണ്ടാകും. അങ്ങനെ ഒരു സാഹചര്യമാണ്. ഇത് പറയുന്നതിൻ്റെ ഉദാഹരണം പറയാം. ഉള്ളിൽ തട്ടി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരാളേലും ഉണ്ടെങ്കിൽ ഏതു മരണവും മാറിപ്പോകും, ഏത് അപകടവും മാറിപ്പോകും, ഏത് ദുരിതങ്ങളും മാറിപ്പോകും. ആരാ? പ്രാർത്ഥിക്കുന്നവരല്ല, ഉള്ളിൽ തട്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് മറന്നു പോകുന്നവരെ കുറിച്ചല്ല. എനിക്ക് വേണ്ടി ആരൊക്കെയോ ഉള്ളിൽ തട്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ നിൽക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയും ആരൊക്കെയോ ഉള്ളിൽ തട്ടി പ്രാർത്ഥിച്ചവരുണ്ട്. ഉള്ളിൽ തട്ടിയുള്ളൊരു പ്രാർത്ഥന, ഉള്ളിൽ തട്ടിയൊരു അനുഗ്രഹം മതി ഏത് ദുരന്തവും മാറിപ്പോകാൻ, ഏത് അപകടവും മാറിപ്പോകാൻ, മരണം വരെ മാറി നിൽക്കും. ഉള്ളിൽ തട്ടി പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ടെങ്കിൽ. ഈ ആലയത്തിൽ ഉള്ളിൽ തട്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഉള്ളിൽ തട്ടി പ്രാർത്ഥിക്കുന്നവർ. വായിക്കാം ആ വചനം. എലീശ വീണ്ടും ഗിൽഗാലിലെത്തി. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എലീശ ഒരു പ്രവാചകനാണ്, ഒരു ദൈവ മനുഷ്യനാണ്. എവിടെ എത്തി? ഗിൽഗാലിൽ. ഈ സ്ഥലത്തിൻ്റെ പേരുമായി എന്തോ സാമ്യമുള്ള പോലെ തോന്നും. വടുവഞ്ചാൽ എന്ന് പറയുന്ന പോലെ ഗിൽഗാൽ. നിങ്ങളും യാത്ര ചെയ്ത് വടുവഞ്ചാൽ അല്ലെങ്കിൽ വട്ടത്തോൽ എന്ന സ്ഥലത്ത്, അനുഗ്രഹ എന്ന സ്ഥലത്ത് എത്തി. ഇതുപോലെ എലീശ യാത്ര ചെയ്ത് ഗിൽഗാലിൽ ഒരു സ്ഥലത്തെത്തി. അവിടെ ക്ഷാമമായിരുന്നു എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമായിരുന്നു, പട്ടിണിയായിരുന്നു. ഒന്നുമില്ല, തിന്നാനൊന്നുമില്ല, കഴിക്കാൻ ഫുഡില്ല, ഭക്ഷണമില്ല, പട്ടിണിയായിരുന്നു, ദാരിദ്ര്യമായിരുന്നു. കൂടെ കുറേ പ്രവാചകന്മാരും ഉണ്ട്. പ്രവാചക ഗണം മുൻപിലിരിക്കെ അവൻ ഭൃത്യനോട് പറഞ്ഞു, പ്രവാചക ഗണത്തിന് വലിയ പാത്രത്തിൽ അവിയൽ തയ്യാറാക്കുക. എന്ത് തയ്യാറാക്കണം? അവിയൽ. ഓ, അവിയൽ കൊണ്ട് മടുത്തിരിക്കുക. ഇന്നും അവിയലാണോ കറി? എത്രയോ വർഷം മുമ്പ് ഈ കറി ഉണ്ടായിരുന്നു. ഏത്? അവിയൽ. പ്രവാചകന്മാർ പറഞ്ഞു, ഭക്ഷണമില്ലല്ലോ, ആകെ വയറ് വിശക്കുന്നുണ്ടല്ലോ, എന്തേലും ഒരു ഭക്ഷണം വേണ്ടേ, കുറച്ച് അവിയൽ ഉണ്ടാക്കിയാലോ, അവിയൽ എന്തേലും കഴിക്കാമല്ലോ, വയറിലേക്ക് എന്തേലും പോട്ടെ. അപ്പോൾ പറഞ്ഞു, നിങ്ങളെന്നാ പറമ്പിൽ കൂടെയൊക്കെ പോയി കിട്ടുന്നതൊക്കെ പറിച്ചെടുത്തോണ്ട് വാ. അങ്ങനെ പ്രവാചകന്മാർ അവിയൽ ഉണ്ടാക്കാൻ പോയ സമയമാണ്. താഴെ എഴുതിയിട്ടുണ്ട് 39-ാമത്തെ വാക്യം. അവരിൽ ഒരാൾ വയലിൽ നിന്ന് സസ്യങ്ങൾ ശേഖരിക്കുമ്പോൾ. അവിയൽ ഉണ്ടാക്കാൻ പോയ ആളാണ്. അവിയൽ ഉണ്ടാക്കാൻ നമുക്ക് പല ഭക്ഷണ പദാർത്ഥങ്ങളും പച്ചക്കറി വേണം. അത് പറമ്പിൽ നിന്ന് പറിക്കാൻ വേണ്ടി വയലിലേക്ക് പോയി. എഴുതിയിട്ടുണ്ട്, അവരിൽ ഒരാൾ വയലിൽ നിന്ന് സസ്യങ്ങൾ ശേഖരിക്കുമ്പോൾ. സസ്യങ്ങൾ, ഈ അവിയൽ ഉണ്ടാക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കുമ്പോൾ ഒരു കാട്ടുമുന്തിരി കാണുകയും. ഒരു കാട്ടുമുന്തിരി അവിടെ കണ്ടു. പക്ഷെ പുള്ളിക്ക് മനസ്സിലായില്ല ഇത് കാട്ടുമുന്തിരിയാണെന്ന്. ഇതാണ് നമ്മൾ ശരിക്കും മനസ്സിലാകേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ കാട്ടുമുന്തിരി പോലെയാണ്. കാണുമ്പം നല്ലതാണ്, പക്ഷെ അത് നമ്മുടെ ഭാഗ്യവും ഭാവിയും നശിപ്പിക്കും. ചില ആളുകൾ ഇപ്പം കായികനികൾ പറിക്കാൻ പോയ ആൾ കണ്ടത് കാട്ടുമുന്തിരി നിൽക്കുന്ന കണ്ടു. കാട്ടുമുന്തിരി, അതിൽ നിറയെ കായ്കളാണ്, വിഷക്കായാണ്. കാട്ടുമുന്തിരിയുടെ വിഷക്കായാണ്. പക്ഷെ പുള്ളിക്ക് പിടികിട്ടിയില്ല. പുള്ളി അത് പറിച്ചെടുത്ത് പോക്കറ്റിലിട്ടു, അതിൻ്റെ പാത്രത്തിലിട്ടു. വായിക്കുക. അതിൽ നിന്ന് മടി നിറയെ കായ്കൾ പറിച്ചെടുക്കുകയും. ആ കാട്ടുമുന്തിരി നിറച്ച് കായ്കളാണ്, എല്ലാം പറിച്ച്. അവിയൽ ഉണ്ടാക്കാൻ ഇഷ്ടം പോലെ ഐറ്റംസായി, എല്ലാം പറിച്ചിട്ടു. അടുത്ത വാക്യം. അവ എന്താണെന്ന് മനസ്സിലാക്കാതെ. അവിടെ ഒന്ന് നിർത്തിക്കേ. അവ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇതാണ് എനിക്കും നിങ്ങൾക്കും വേണ്ട എല്ലാ അനുഗ്രഹം. നമുക്ക് ചില കാര്യങ്ങൾ എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. ആ വ്യക്തിയോടുള്ള കൂട്ടുകെട്ട് നിനക്കത്ര നല്ലതല്ല. പിന്നെ നീ പോയി പണി നോക്ക്. എനിക്ക് പുള്ളിയെ നന്നായിട്ടറിയാം. ചില കാര്യങ്ങൾ ആര് പറഞ്ഞു കൊടുത്താലും മനസ്സിലാകില്ല. ചില വിവാഹങ്ങൾ നടക്കാൻ പാടില്ല,
അവർ രണ്ടും ചേരത്തില്ല. പറഞ്ഞാൽ അവർ നമ്മളോട് തെറ്റും, ദേഷ്യപ്പെടും. നിങ്ങളാരാ എൻ്റെ കൊച്ചിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ? നിങ്ങളാണോ തീരുമാനിക്കുന്നത്? നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, എൻ്റെ കൊച്ചിൻ്റെ കല്യാണം തീരുമാനിക്കാൻ നിങ്ങൾ വേണ്ടെന്ന് പറയും. ഇനി ആരും പള്ളിയിലോട്ടും പ്രാർത്ഥനാലയത്തിൽ ഓടണ്ട, പിന്നെ എൻ്റെ കൊച്ചിൻ്റെ കല്യാണം പുള്ളിയാണോ തീരുമാനിക്കുന്നത്, നടത്തണോ, ഞാൻ തീരുമാനിക്കും പറഞ്ഞവരുണ്ട്. പ്രാർത്ഥിക്കുന്നവനറിയാം, അവൻ തിരിച്ചറിയും അത് വേണ്ട കേട്ടോ, അത് പിന്നീട് ഗുണമാകില്ല കേട്ടോ. പിന്നെ പുള്ളി ആരാ പറയാൻ? ഇവിടെ എഴുതിയിട്ടുണ്ട്, മുന്തിരി പറിച്ചെടുത്ത് സഞ്ചിക്കകത്തിട്ടു, കാട്ടുമുന്തിരിയായിരുന്നു. പുള്ളിക്കത് തിരിച്ചറിഞ്ഞില്ല. ഇതെല്ലാം കൂടെ ചെമ്പിനകത്തിട്ട് വേവിച്ചു. എന്നിട്ട് അടുത്തത് അനന്തരം അവിയൽ വിളമ്പി. അനന്തരം ഇത് ദോഷമാണെന്ന് മനസ്സിലായില്ല, ഭക്ഷണമായി. ഇത് പാത്രത്തിൽ വിളമ്പി. അനന്തരം ഭക്ഷിച്ചു തുടങ്ങിയപ്പോൾ അവർ നിലവിളിച്ചു. ഭക്ഷിച്ചു തുടങ്ങിയപ്പോൾ അവിടെ നിന്നുണ്ടായതൊരു നിലവിളിയാണ്. ഒരു വലിയ കാറിച്ച, വലിയ ഒരു ഒച്ചയാണ് ഉണ്ടായത്. എന്താ വിളിച്ചു പറഞ്ഞ് എഴുതിയിട്ടുണ്ട്? ദൈവപുരുഷ, പാത്രത്തിൽ മരണം പതിയിരിക്കുന്നു. ദൈവപുരുഷ, ദേ പാത്രത്തിനകത്ത്, ഭക്ഷണത്തിനകത്ത് മരണം ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. മരണം, പാത്രത്തിനകത്ത് മരണമോ, ഭക്ഷണത്തിനകത്ത് മരണമോ? മരണം വളരെ അടുത്ത്. അവിടെ മുഴുവൻ ആളുകൾ മരിച്ചു പോകേണ്ടതാ. ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഉള്ളിൽ തട്ടി പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ടെങ്കിൽ പ്രതിസന്ധികൾ എത്ര അടുത്തെത്തിയാലും അതവനെ തോൽപ്പിക്കുന്നതിന് മുമ്പ് അവൻ തിരിച്ചറിയത്. അവനെ അത് തൊടുന്നതിന് മുമ്പ് തിരിച്ചറിയും. അതാണ് ഉള്ളിൽ തട്ടി പ്രാർത്ഥിക്കുന്നവൻ അപകടം കണ്ടറിയും. വിളിച്ചു പറഞ്ഞു, പാത്രത്തിൽ മരണമെന്ന് പറഞ്ഞു. അവർക്ക് ഭക്ഷിക്കാൻ കഴിഞ്ഞില്ല. അവർക്കത് ഭക്ഷിക്കാൻ കഴിഞ്ഞില്ല. അടുത്തൊരു ഭാഗം എഴുതിയിട്ടുണ്ട്. എലീശ പറഞ്ഞു. എലീശ ഇത് കേട്ടപ്പോൾ പറഞ്ഞു, അയ്യോ നിങ്ങൾ എന്നാ നോക്കിക്കൊണ്ടാ ഇത് പറിക്കാൻ പോയത്? ഇത് ഇത്രയും വേവിച്ച് ഇത് ഭക്ഷണം ഇതിനകത്ത് ശ്രദ്ധിച്ചില്ലേ? അയ്യോ എന്നല്ല പറഞ്ഞത്. എലീശ പറഞ്ഞു, കുറച്ച് മാവ് കൊണ്ടുവരിക. കുറച്ച് മാവ്, അവിടെ ആ ഗോതമ്പിൻ്റെയോ എന്തെങ്കിലും മാവുണ്ടെ ഒരു പിടി മാവ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. പ്രാർത്ഥിക്കുന്നവന്റെ കയ്യിൽ ആ മാവ് കൊടുത്തപ്പോൾ അവൻ മാവ്, ആ മാവ് പാത്രത്തിൽ ഇട്ട് കൊടുത്തു. പാത്രത്തിൽ മാവിട്ടാൽ എങ്ങനെയാ പാത്രത്തിനകത്തെ മരണം പോകുന്നത്? പാത്രത്തിൽ മരണം ഇരിക്കുമ്പോൾ ഒരു പിടി മാവിട്ടാൽ എങ്ങനെയാ അതിനകത്തെ വിഷം പോകുന്നത്? പ്രാർത്ഥിക്കുന്നവന്റെ ഒരു പിടി മാവിൽ എന്ത് സംഭവിച്ചു? അപകടം മാറിപ്പോയി. വാക്യം വായിക്ക് താഴെ. വിളമ്പി ഭക്ഷിക്കാൻ പറഞ്ഞു. അപകടം നീങ്ങിയിരിക്കുന്നു. അപകടം നീങ്ങിപ്പോയി. ഉള്ളിൽ തട്ടി പ്രാർത്ഥിക്കുന്ന ഒരാൾ, ഒരു എലീശ അവിടെ ഉണ്ടായിരുന്നതാ മരണം മാറിപ്പോകാനിടയായത്, അപകടം മാറിപ്പോകാനിടയായത്, അനർത്ഥങ്ങൾ മാറിപ്പോകാനിടയായത്. അതുകൊണ്ടാ പറഞ്ഞത്, ഉള്ളിൽ തട്ടി പ്രാർത്ഥിക്കുന്ന ഒരുവനുണ്ടോ, ഒരിക്കലും ഒന്നിനും നിന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. വിശ്വസിച്ചെന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. ഇതുപോലെയാ കേട്ടോ പല കാര്യങ്ങളും. നമ്മൾ കാണുമ്പോൾ കാട്ടുമുന്തിരിയെ കാഴ്ച കിടക്കുന്ന കാട്ടുമുന്തിരിയുടെ പഴം പോലെയാ. കാഴ്ചയ്ക്ക് ഭയങ്കര നല്ലതാ, പക്ഷെ അത് ജീവിതത്തിൽ ഒട്ടും കൊള്ളത്തില്ലായിരിക്കും. ജീവിതത്തിൽ അത് വിഷം പോലെ ആയിരിക്കും. ചിലർ പറയില്ലേ, ഈ കല്യാണം നടത്തണ്ടായിരുന്നു, ആ സ്ഥലം മേടിക്കണ്ടായിരുന്നു, ആ വണ്ടി എടുക്കണ്ടായിരുന്നു, അന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ വേണ്ടെന്ന്. അത് പറിച്ചെടുത്ത് ഒരുമിച്ചിട്ട് വേയിച്ച് കഴിഞ്ഞിട്ടാണ് പലതും അറിഞ്ഞത് ഇതിനകത്ത് അപകടമുണ്ടെന്ന്. തിരിച്ചറിയാനുള്ളൊരു കഴിവിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ച്, തിരിച്ചറിയാനുള്ള കഴിവ് എല്ലാവർക്കും. ചതി ഒരു വാക്കാണ്, ഒരു ഇന്ന് കേൾക്കുന്ന ഒരു വലിയ വാക്കാണ്. എന്ത്? ചതി. ഇവിടെ ഇരിക്കുന്ന എത്ര പേരാ ചതിയിൽപ്പെട്ടത്? നിങ്ങളുടെ 60 ലക്ഷം രൂപ ചതിച്ചുകൊണ്ട് പോയവരുടെ കാര്യം ഇന്ന് എന്നോട് പറഞ്ഞു ആരോ. എൻ്റെ 60 ലക്ഷം രൂപ ഒരാൾ ചതിച്ചു എന്ന്. പണം ചതിച്ചവർ ചതി തിരിച്ചറിയണം. ചതി കാട്ടുമുന്തിരിയുടെ പഴം പോലെ ഭംഗിയുള്ള രൂപത്തിലായിരിക്കും പല ചതികളും വരുന്നത്, പല അപകടങ്ങളും വരുന്നത്, പല ദുരിതങ്ങളും കയറി വരും, നഷ്ടങ്ങൾ കയറി വരുന്നത്. ജോലി തരാം, ഇന്ന പോലെ ചെയ്യാം, നിങ്ങൾ അത് ചെയ്യ്, ഇത് ചെയ്യ്. കാട്ടുമുന്തിരിയാന്ന് കണ്ടാൽ അത് പറിച്ച് പാത്രത്തിലിട്ട് വേവിക്കല്ല്. കാട്ടുമുന്തിരിയുടെ കാര്യമല്ല, ചില ബന്ധങ്ങൾ, ചില മനുഷ്യരോടുള്ള അടുപ്പം,
ചില കൊടുക്കൽ വാങ്ങലുകൾ, ചില ബിസിനസ്സുകൾ, അപകടം അതിനകത്ത് പതുങ്ങിയിരിപ്പുണ്ട്. അതിനകത്തൊരു അപകടമുണ്ട്, അതിനകത്തൊരു മരണമുണ്ട്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഏലീഷ എന്ന ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ഉള്ളത് കൊണ്ടല്ലേ അത്രയും വലിയൊരു അപകടം അവിടെ നിന്ന് മാറിപ്പോയത്. ഇല്ലെങ്കിൽ അവിടെ നിന്ന് വലിയൊരു കൂട്ടം നിലവിളി ഉയർന്നേനെ. ഇവിടെ ശ്രദ്ധിച്ചേ, നമ്മുടെ വീടുകളിൽ നിന്ന് നിലവിളികൾ ഉയരാൻ പാടില്ല. എന്താ നിലവിളി എന്ന് പറഞ്ഞാൽ, അപ്പുറത്തെ വീട്ടുകാർ ചോദിക്കൂ, എന്താ രാത്രി 8:30 ആയപ്പം എല്ലാ പിള്ളേരും പെണ്ണുങ്ങളെല്ലാം കൂടെ കിടന്ന് കരയുന്നു, ഒച്ച കേട്ടല്ലോ, എന്നാ പറ്റി? നോ, നമ്മുടെ വീടുകളിൽ നിന്ന് കരച്ചിലിൻ്റെ നിലവിളികൾ ഉയരാൻ പാടില്ല. നമ്മുടെ വീടുകളിൽ നിന്ന് ഉയർന്ന് അപ്പുറത്തെ വീട്ടുകാർ കേൾക്കേണ്ടത് സന്തോഷത്തിൻ്റെ അലടികളായിരിക്കണം. അത് പ്രാർത്ഥിക്കും. ഇന്നും പല വീടുകളിൽ നിന്ന് ഉയരുന്നത്, ഫ്ലാറ്റുകളിൽ നിന്ന് ഉയരുന്നത്, അപ്പുറത്തെ മുറിയുന്നു എന്തോ ഭയങ്കര വഴക്ക. അവരെല്ലാ ദിവസവും വൈകുന്നേരം ഇങ്ങനെ വഴക്ക, കാറിച്ചേയും കൂച്ചയും, പിള്ളേര് കാറുന്നു, ഒച്ചത്തിൽ കാറുന്നു, പേടിച്ച് കരയുന്നു. പല വീടുകളിൽ നിന്ന് നിലവിളി ഉയരുന്നുണ്ട്. നിലവിളി. കൊച്ചിനെ എടുത്തോണ്ട് മുറ്റത്തൂടെ ഓടുന്നു, ഞാൻ മരിക്കാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് റോട്ടിലേക്ക് ഇറങ്ങുന്നു. എന്തെല്ലാം തരത്തിലുള്ള നിലവിളികൾ അനുഭവിക്കുന്നവരൊരാത്തുണ്ടാവും. നമ്മുടെ വീടുകളിൽ ഒരിക്കലും നിലവിളികൾ ഉയരാതിരിക്കാൻ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലുമൊക്കെ വേണം. ദുരന്തങ്ങളും ദുരിതങ്ങളും ഒന്ന് പ്രാർത്ഥിച്ച് ജീവിതത്തിൽ നിന്ന് മാറിപ്പോണമെന്ന് പ്രാർത്ഥിച്ച്. നമ്മളൊന്നും പ്രാർത്ഥിക്കത്തില്ലത്. ദുരന്തങ്ങളും ദുരിതങ്ങളും മാറിപ്പോണോന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ കുടുംബത്തിൽ നിലവിളി ഉയരാൻ പാടില്ല. കൂട്ടം നിലവിളിക്കാനോട് സാഹചര്യം ഉണ്ടാകരുത്. സന്തോഷം എൻ്റെ വീട്ടിൽ നിറയണം. ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, നിനക്ക് സമാധാനം. ഇന്ന് തന്നെ ഇവിടെ ഇരിക്കുന്ന ഭാര്യയും ഭർത്താവും, ഒരുപക്ഷെ ഭർത്താവ് എന്ന നിലയിൽ ഭാര്യയുടെ കരഞ്ഞ മുഖം കണ്ടിട്ടായിരിക്കും ഇങ്ങോട്ട് വന്നത്. മിണ്ടിയിട്ട് 4-5 ദിവസമൊക്കെ ആയി കാണും. നിങ്ങളുടെ ഒരു പ്രതിസന്ധി കൊണ്ട് ഭാര്യ ചിലപ്പോൾ കരയാൻ തുടങ്ങിയിട്ട് ആഴ്ചകളൊന്നും കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ മൈൻഡ് ചെയ്തിട്ടില്ല. ഭാര്യ എന്ന നിലയിൽ ഭർത്താവ് ആകെ ടെൻഷൻ അടിക്കുന്നത് നിങ്ങൾ കണ്ടതാണ്. അയാൾ അവിടെ ഇരുന്ന് ടെൻഷൻ ആകട്ടെ എന്ന് നിങ്ങൾ ചിന്തിച്ച് കാണും. ഇന്ന് അല്ല ഇന്നലകളിൽ ശ്രദ്ധിച്ച്, നിങ്ങളുടെ വീടുകളിൽ ഒരു സമാധാനം ഉണ്ടാകാൻ ഇന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഉയരേണ്ടത് കൂട്ടം നിലവിളിയല്ല, സന്തോഷമാണ്. എത്ര വീടുകളിൽ നിന്ന് കൂട്ടം നിലവിളികൾ ഉയർന്നിട്ടുണ്ടെന്നറിയാമോ? എൻ്റെ വീട്ടിൽ നിന്ന് ഉയർന്നിട്ടുണ്ട് കൂട്ട നിലവിളി. എൻ്റെ വീട്ടിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. വളരെ ചെറുപ്പത്തിൽ വീട്ടിൽ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ, അപ്പച്ചൻ മദ്യപിച്ചൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഒച്ചത്തിൽ കാറി ഓടുമായിരുന്നു. പറമ്പിൽ കൂടെ കന്നാലിക്കൂട്ടി പോയിരിക്കണം, അപ്പുറത്തെ പറമ്പിൽ പോയിരിക്കണം, മരത്തിൻ്റെ പുറകിൽ പോയി ഒളിച്ചിരിക്കണം, കയ്യാലയുടെ സൈഡിൽ പോയി ഒളിച്ചിരിക്കണം. അപ്പോൾ അപ്പുറത്തെ വീട്ടുകാർ ചോദിക്കൂ, ഇന്നലെയും പുള്ളി ഭയങ്കര വായിരുന്നല്ലേ, ഭയങ്കര ഒച്ചയായിരുന്നല്ലേ, ഭയങ്കര കാർച്ചയൊക്കെ കേട്ടല്ലേ, നിങ്ങൾക്ക് അത്രയും വിഷമാണ്, ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പാടില്ലായിരുന്നോ, നിങ്ങളെന്തിനാ പറമ്പിലിരുന്നത്? ഒരുപാട് നിലവിളികൾ എൻ്റെ വീട്ടിലുണ്ടായിട്ടുണ്ട്. നിലവിളി. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നോട് സാറ് ചോദ്യം ചോദിച്ച്, അപ്പോൾ ചോദിച്ചപ്പോൾ എനിക്ക് ഉത്തരമറിയാതെ ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ അയൽവാസി എഴുന്നേറ്റ് നിന്ന് സാറിനോട് പറഞ്ഞു, സാറേ അവൻ്റെ അപ്പം ഭയങ്കര കൂടിയായിരുന്നല്ലേ, വീട്ടിൽ നിന്നൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു, ഞങ്ങളൊക്കെ അത് കേട്ടായിരുന്നു എന്ന്. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു, ഇരുന്നോളാൻ പറഞ്ഞു. അടി കിട്ടിയേക്കാ വേദന ആ പുള്ളി എഴുന്നേറ്റ് എന്ന് പറഞ്ഞതാണ്. നമ്മുടെ ഈ വാക്യം വായിക്കുമ്പോൾ നിലവിളിച്ചു, പാത്രത്തിൽ മരണം, ഇവിടെ പ്രശ്നം, ഇവിടെ പ്രതിസന്ധി. നമ്മളിവിടെ പ്രാർത്ഥിക്കും. ഏലീഷ എന്ന് പറഞ്ഞ ആൾ എന്താ ചെയ്തേ? അപകടം മാറിപ്പോകാൻ. നമ്മളാണെ പറയില്ലേ, പശുവിൻ്റെ കാടി പോലും ഇട്ടേക്കല്ല്, അതിനകത്ത് മുഴുവൻ വിഷമാ, പശു ചത്തുപോകും, നിങ്ങളത് ഒന്നും ചെയ്യണ്ട, കൊണ്ടേ കമിഴ്ത്തി കളഞ്ഞേക്ക് കുഴിച്ചിട്ടേക്കാൻ പറയൂ. ഏലീഷ പറഞ്ഞു, നീ ഒരു പിടി മാവ് ഇങ്ങോട്ടുവാ. ഒരു പിടി മാവിൽ തീർന്നു എല്ലാ പ്രശ്നവും. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ അനുഗ്രഹം എന്ന പുണ്യഭൂമിയിൽ വരുമ്പോൾ ഉള്ളിൽ തട്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന മതിയാകും നിന്റെ ജീവിതത്തിലെ അനർത്ഥങ്ങളൊക്കെ മാറി മാറി അങ്ങ് പോകാൻ, ചില പ്രതിസന്ധികളൊക്കെ അങ്ങ് മാറി മാറി പോകാൻ, ചില ദുരന്തങ്ങളും ദുരിതങ്ങളും ഇങ്ങനെ മാറിപ്പോകാൻ കേവലം ഒരു പിടി മാവൽ, ഒരു പ്രാർത്ഥന മതി. ഉള്ളിൽ തട്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന മതി നീ രക്ഷപ്പെടാൻ, നീ ഉയർത്തെഴുന്നേൽക്കാൻ. ഒരുപാടൊന്നും വേണ്ട. ഉള്ളിൽ തട്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഒരു പ്രാർത്ഥന മതി ഇന്നലകളിൽ നിന്ന് നിങ്ങളെന്ന വ്യക്തി ഉയർത്തെഴുന്നേറ്റ് വരാൻ. ഉയർത്തെഴുന്നേറ്റ് വരും. ഒരു പിടി മാവിട്ടപ്പം എഴുതിയിട്ടുണ്ട്,
അപകടം നീങ്ങിപ്പോയി. ഒരു നന്മ വരുന്നുണ്ടെങ്കിൽ എപ്പോഴും ഓർത്തോണം, ഒരു തിന്മയും കയറി വരും. ഒരു ബൈബിൾ വാക്യം കൂടെ അത് വായിക്കാം. എന്ന് ഉത്തമഗീതത്തിൽ അധികമൊന്നും ഞാൻ പ്രസംഗിച്ചിട്ടില്ലാത്തൊരു ഭാഗമാണ് ഉത്തമഗീതം. പക്ഷെ വായിച്ചപ്പോൾ ഒരു വചനം ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. ഉത്തമഗീതം 2-ാം അധ്യായം 15-ാമത്തെ നിങ്ങൾ ഒരുപക്ഷെ ഈ വാക്യം അധികം ഒന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. 2-ാം അധ്യായം 15-ാമത്തെ വാക്യം. മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ആ ചെറുകുറുക്കന്മാരെ, ഇപ്പൊ ചെറുതാണ്, ചെറിയ കുറുക്കന്മാരാണ്, പിടിച്ചോളുക. നമ്മുടെ മുന്തിരിത്തോപ്പ് പൂത്തുലയുന്നു. സമയം നല്ല ടൈമാണ്, നിനക്ക് നല്ല ടൈമാണ്. നിന്റെ മുന്തിരിത്തോട്ടം പൂത്തുലയാൻ തുടങ്ങുവാണ്. അപ്പോഴോട് നീ ശ്രദ്ധിച്ചോ, ആ മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന ചെറിയ കുറുക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ആ കുറുക്കന്മാരെ വേഗത്തിൽ പിടികൂടുക. ടൈം എപ്പോഴാ? സമയം. നിന്റെ മുന്തിരിത്തോപ്പ് പൂത്തുലയുന്നു. നിനക്കൊരു നല്ലത് വരുമ്പോഴാ അപകടം കയറി വരുന്നത്. നിനക്കൊരു നന്മ വരുമ്പോഴാ, സാമ്പത്തികമായി ഇച്ചിരി ഉയർച്ച വരുമ്പോഴാ നിന്നെ നശിപ്പിക്കുന്ന മദ്യപാനം കയറി വരുന്നേ. നീ നല്ല ഒരു അവസ്ഥയിലേക്ക് അങ്ങ് പൂത്തുലയാൻ വരുമ്പോഴാ ഒരു തെറ്റായ ബന്ധം നിന്നെ ഒരു ചെറു കുറുക്കൻ്റെ രൂപത്തിൽ കയറി വരുന്നത്. ബൈബിൾ എഴുതിയിരിക്കുകയാണ്, മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന കുറുക്കന്മാരെ. ഇപ്പൊ എന്തേ ഉള്ളൂ കുറുക്കന്മാർ? ഇപ്പൊ ചെറിയ കുറുക്കന്മാരാ, കുറുക്കന്മാരുടെ കുഞ്ഞുങ്ങളാണ്, ചെറിയ കുറുക്കന്മാരാണ്. ആ വലിയ കുറുക്കന്മാരായ നമ്മുടെ പണിപാളും. ഇപ്പൊ ചെറുതാണ്, അതിനെ പിടികൂടുക. കാരണം നമ്മുടെ മുന്തിരിത്തോട്ടം നല്ല ടൈമാണ്, പൂത്തുലയാൻ തുടങ്ങുക, കായ്ക്കാൻ തുടങ്ങുവാണ്. അപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അതിനെ നശിപ്പിക്കുന്ന ചെറിയ കുറുക്കന്മാർ. അത് ശുശ്രൂഷയിലുണ്ട്, വ്യക്തി ജീവിതത്തിലുണ്ട്, ബിസിനസ്സിലുണ്ട്, കൃഷിയിലുണ്ട്, സാമ്പത്തികത്തിലുണ്ട്. എന്തെങ്കിലുമൊക്കെ നന്മ വരുമ്പോൾ അതിനെ നശിപ്പിക്കുന്ന ചെറിയ കുറുക്കന്മാരുണ്ടായി വരും. അങ്ങനെയാ പലരും തകർന്ന് തരിപ്പണമായി പോയേ. ബൈബിൾ വചനം ശ്രദ്ധിച്ചോ? നിങ്ങൾ ശരിക്കും പ്രാർത്ഥിക്കണം അപകടം മാറിപ്പോകാൻ. ചെറിയ കുറുക്കന്മാരെ പിടികൂടാൻ ഒരു കഴിവ് വേണം. ഹല്ലേലൂയ. ഇത് സത്യമാണ്. വളരെ വളരെ ഒരാൾ നന്നായിട്ട് പഠിക്കുന്ന ആളാണ്, പഠിച്ച് നന്നായിട്ട് പഠിക്കുന്ന, പള്ളിയിൽ ലേഖനം വായിക്കുന്നു, പള്ളിയിൽ ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുന്ന ആൾ, സമൂഹത്തിൽ നിലയും വിലയുമുള്ള അവസ്ഥയിൽ ഷൈൻ ചെയ്ത് നന്നായിട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിക്കാണ്. ആ പെൺകുട്ടിക്ക് ഇഷ്ടം തോന്നിയതോ വിവാഹം കഴിച്ച് മക്കളുമുള്ള ഒരാളോടാണ്. ആര് പറഞ്ഞാലും ആ വ്യക്തി കൂട്ടാക്കാൻ തയ്യാറാകില്ലായിരുന്നു. നല്ല നിലയിലെത്തുന്ന അധ്യാപകർ പറഞ്ഞ ആള് ഇഷ്ടപ്പെട്ടതോ വിവാഹം കഴിച്ച് മക്കളുള്ള ഒരാളെയാണ്. ഇതറിഞ്ഞപ്പോൾ മുതൽ ആ വ്യക്തി ഒരിക്കലും ഈ ബന്ധത്തിൽ നിന്ന് മാറാൻ പോലും തയ്യാറായില്ല. അവസാനം നല്ല ടൈമിൽ തന്നെ ജീവിതത്തിൽ വലിയ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് ജീവിതം നമ്മുടെ ചോറിൻ്റെ അടുത്ത് വച്ചിരിക്കുന്ന പപ്പടം പൊട്ടുന്നത് പോലെ ആ ജീവിതം ആ മനുഷ്യൻ തകർത്ത് കളഞ്ഞു. പപ്പടം പൊടിയുന്ന പോലെ ഒരു നന്നായിട്ട് ജീവിക്കാൻ കഴിവുള്ള ഒരാളുടെ ജീവിതം ആ കുറുക്കൻ, ആ മനുഷ്യൻ പൊടിച്ചു കളഞ്ഞു, തവിട് പൊടിയാക്കി കളഞ്ഞു. ചെറിയ കുറുക്കന്മാരായിരുന്നപ്പോഴേ പിടികൂടാൻ പറഞ്ഞതാ. പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞതാ, കൗൺസിലിംഗ് ചെന്നപ്പം പറഞ്ഞതാ, തലേ കൈവച്ച ഒരാൾ പറഞ്ഞതാണ്. ആ ചെറിയ അതൊന്നും വിഷയമൊന്നും ഇല്ലെന്ന് പറഞ്ഞതാ. അതിന്ന് വലിയ കുറുക്കന്മാരായി. അത് നിന്റെ ഭാവിയെ നശിപ്പിച്ചു കളഞ്ഞു. എല്ലാവരും കേട്ടെ, പ്രാർത്ഥിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ നിന്റെ മേൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സകല ദുരന്തങ്ങളും മാറിപ്പോകും. ഒരുപക്ഷെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള അനർത്ഥങ്ങൾ മാറിപ്പോകും, തകർച്ചകൾ മാറിപ്പോകും. എന്നിട്ട് നിന്റെ ജീവിതം ഒരു പടി കൂടി എന്ന് ഉയരാൻ തുടങ്ങും. ഇത്രയും നാൾ പ്രാർത്ഥിച്ചു മടുത്തിരിക്കുവാണോ? ഒരു വട്ടം കൂടി ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക, ഒരു വട്ടം കൂടി ഒന്ന് ആരാധിക്കാൻ തയ്യാറാകുക, ഒരു വട്ടം കൂടി ഒന്ന് ദൈവത്തെ സ്നേഹിക്കാൻ തയ്യാറാകുക. നിന്റെ മേൽ ഉയർന്നിരിക്കുന്ന സകല സ്വാധീനങ്ങൾ മാറി നീ ഒരു പടി കൂടെ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട് ഉയരാനിട വരും. ഒന്ന് കണ്ണുകളെ അടച്ചൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കേ. എന്താ ഇന്ന് കേട്ട വചനങ്ങൾ? എവിടം വരെയാ നിങ്ങൾക്ക് മനസ്സിലായത്? എന്താ നിങ്ങൾക്ക് പിടികിട്ടിയത്? കുറച്ചെങ്കിലും ഒക്കെ മനസ്സിലായോ? ഒന്ന് ശ്രദ്ധിച്ചേ. പാത്രത്തിൽ മരണം, അവിടെ നിന്ന് ഉയർന്നത് നിലവിളിയാണ്. ഇന്ന് നമ്മൾ ക്രിസ്തീയ വീടുകളിൽ, പല വീടുകളിൽ നിന്ന് കൂട്ട നിലവിളികൾ ഉയരുന്നുണ്ട്. സങ്കടം, വഴക്കിൻ്റെ, ബഹളത്തിൻ്റെ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാകുന്ന വഴക്ക് കാരണം അപ്പുറത്തെ ആൾ ചോദിക്കുന്നു, എന്താ മോനെ എന്നും വീട്ടിൽ ഒച്ചയും ബഹളമാണല്ലോ, എന്താ ഇങ്ങനെ, നിങ്ങളെന്താ ഇങ്ങനെ?
എന്തു പറ്റി? എന്താ ഇങ്ങനെ വിഷമമൊക്കെ? എന്താ ഇങ്ങനെ എന്നും വഴക്കാണല്ലോ? എന്താ നിന്റെ മുഖം കുറേ നാളായിട്ട് വാടിയിരിക്കുന്നത്? നീ കുറേ ആയല്ലോ ഇങ്ങനെ കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട്. എന്നാ പറയാനാ? ജീവിതം അങ്ങനെ. നിന്റെ വീടുകളിൽ നിന്ന് ഉയരേണ്ടത് നിലവിളി അല്ല, അത് മാറണം. അപകടം മാറിപ്പോകണം. സ്നേഹം ഉണ്ടാകണം, ഐക്യമുണ്ടാകണം, സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ ശബ്ദം ഉണ്ടാകണം. നിങ്ങൾ മാതാപിതാക്കൾ എന്ന നിലയിൽ അലറിക്കാറുന്നത് ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങൾ നോക്കി നിൽക്കുക. ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങൾ ഇതെന്നതായി എൻ്റെ അപ്പനും അമ്മയും ചെയ്തു കൂട്ടുന്നവർ നോക്കി പകച്ചു നിൽക്കുകയാണ്. നിലവിളി ഉയരുന്ന വീടുകളെ നോക്കിയൊന്ന് പ്രാർത്ഥിച്ച്. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ ചിലപ്പോൾ പറയുന്നുണ്ടാവും, ദൈവമേ എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഈ നിലവിളിയാണല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ പറയുവാണ്, എൻ്റെ മകളെ കെട്ടിച്ചയച്ച വീട്ടിൽ നിന്ന് അവർ ഫോൺ വിളിച്ചുകൊണ്ട് ഫോൺ ഓണാക്കി അവർ സംസാരിക്കുമ്പോൾ ഞാൻ കേട്ടു. ഞാൻ കെട്ടിച്ചു വിട്ട അവരുടെ വീട്ടിൽ നിന്ന് ഒച്ചത്തിലുള്ള കരച്ചിലും ബഹളവും നിലവിളിയൊക്കെ. എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കുമോ എന്ന് വിചാരിച്ച് ഞങ്ങൾ രാത്രി തന്നെ വാഹനമെടുത്ത് ആ ദേശത്തേക്ക് പോയി. കെട്ടിച്ചു വിട്ട മകളുടെ വീട്ടിൽ നിലവിളി, കല്യാണം കഴിച്ച മകൻ്റെ ജീവിതത്തിൽ നിലവിളി ഉയരുന്നു. കുടുംബത്തിനകത്തൊരു സന്തോഷമില്ല. ഇന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് പ്രാർത്ഥിക്കണം. ആവശ്യമില്ലാത്ത വാശിയും ദേഷ്യവും ഒക്കെ മാറ്റണം. ഇന്ന് നിങ്ങൾ ഒരു പടി കൂടി അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യഭൂമിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പാടുള്ളൂ. പഴയ രീതിയിൽ ഇറങ്ങിപ്പോകാൻ പാടില്ല. ഇവിടെ നിന്ന് ഉയരുന്ന ഈ നിലവിളി ഉണ്ടല്ലോ, അത് ആരാധനയുടെ നിലവിളിയാണ്. അത് മേഘങ്ങളെ തുളച്ചു കയറുന്ന പ്രാർത്ഥനയുടെ നിലവിളിയാണ്. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കുക, ഇന്ന് നമ്മൾ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇരുന്നുകൊണ്ട് തന്നെ ഒന്ന് കണ്ണുകളെ അടച്ച് നിങ്ങൾ പ്രാർത്ഥിച്ച്, കർത്താവേ, ഞങ്ങളൊക്കെ ഇവിടെ വചനം പറയുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ മനുഷ്യരുടെ മുഖത്ത് തെളിയുന്ന സന്തോഷമുണ്ടല്ലോ, അത് സ്വർഗത്തിൽ ഞങ്ങളുടെ സമ്പാദ്യമാണ്. ഇവിടെ നിന്ന് വചനം പറയുമ്പോൾ ഇവർ അനുഭവിക്കുന്ന ഒരു ആശ്വാസമുണ്ട്, അത് സ്വർഗത്തിൽ ഞങ്ങളുടെ സമ്പാദ്യമാണ്. ഇവർ നൽകുന്ന ദശാംശമോ, ഇവർ നൽകുന്ന സ്തോത്ര കാഴ്ചകളോ, ഇവർ നൽകുന്ന ചെക്കുകളോ ഒന്നുമല്ല ഇവിടുത്തെ സമ്പാദ്യം. നിങ്ങളുടെ മുഖത്ത് വിരിയുന്ന ചെറു പുഞ്ചിരിയാണ്. ദൈവമേ, എന്നോടാണല്ലോ ഇന്ന് സംസാരിക്കുന്നത്, എൻ്റെ ജീവിതത്തിലാണല്ലോ ദൈവം ഇന്ന് ഇടപെട്ടത്, എൻ്റെ അവസ്ഥയാണല്ലോ ഈ മനുഷ്യൻ പ്രസംഗിച്ചോണ്ടിരിക്കുന്നത്, എൻ്റെ വീട്ടിൽ വർഷങ്ങളായി നാളുകളായി നിലവിളിയാണല്ലോ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, പ്രവാചക, പാത്രത്തിൽ മരണം, പാത്രത്തിൽ അപകടം ഇരിക്കുന്നു. പ്രവാചകന്റെ ഒരു പിടി മാവ് പ്രാർത്ഥിച്ചിട്ടപ്പോ അപകടം നീങ്ങിപ്പോയെങ്കിൽ ഇന്ന് കേട്ട വചനം നിന്റെ ജീവിതത്തിൽ നിന്ന് പല തകർച്ചകളെ എടുത്തു മാറ്റും. ഇന്ന് കേൾക്കുന്ന വചനം നിന്റെ ജീവിതത്തിന്റെ അകത്തുനിന്നുള്ള ദുരന്തങ്ങളെ എടുത്തു മാറ്റും. നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള മരണങ്ങൾ വരെ മാറിപ്പോകും. എല്ലാ രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് ചുമ്മാ പാടുവല്ല. ഉത്തമഗീതം കേട്ടായിരുന്നോ? നമ്മുടെ മുന്തിരിത്തോട്ടം നല്ല ടൈമിലാണ് നിൽക്കുന്ന, പൂത്തുലയാൻ പോവാ. അപ്പോൾ ഉണ്ട് ചെറു കുറുക്കന്മാർ മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്നത് കയറി വരാൻ തുടങ്ങിയിരിക്കുന്നു. അതിനെ പിടികൂടുവൻ, അല്ലെങ്കിൽ അതിൻ്റെ നന്മ പോകും. ഏത് കുറുക്കന്മാരാണ് നിന്റെ മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ കയറി വരുന്നത്? അതിനെ പിടികൂടണം. ഇന്ന് പ്രാർത്ഥനയിൽ പിടികൂടണം, വിശ്വാസത്തിൽ പിടികൂടണം, ആരാധനയിൽ പിടികൂടണം. എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നന്മയെ കളയുന്ന എല്ലാത്തിനെയും മാറ്റണം. നിങ്ങളുടെ ജീവിതം ഒരു ചതിയിലും ചെന്ന് പെട്ടേക്കരുത്. എല്ലാം തിരിച്ചറിഞ്ഞോണം. തിരിച്ചറിയാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തിരിച്ചറിയാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തിരിച്ചറിവുണ്ടാകട്ടെ. രണ്ട് കരങ്ങളെ ഉയർത്തി, ശബ്ദമുയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്, ഹല്ലേലൂയ. ശബ്ദമുയർത്തി ജീസസ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം. ഒരു നാളും കൈവിടില്ല. ചേർന്ന് പാടിക്കേ. ഒരു നാളും ഉപേക്ഷിക്കില്ല. ഒരു നാളും കൈവിടില്ല. ഒരു നാളും ഉപേക്ഷിക്കില്ല. ഒരു നാളും മറക്കില്ല. ഒരു നാളും മറക്കുകയില്ല. കാരണം എൻ്റെ യേശു എത്ര വിശ്വസ്തൻ. ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് ഈ കേട്ട വചനം
നിസ്സാരമായിട്ടൊക്കെ ഇവിടെ ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ തോന്നാം. പക്ഷെ ഇതൊത്തിരി പേരുടെ ജീവിതമാണ്. ഏതെന്നറിയോ? വിഷം കലർന്ന ഭക്ഷണം. അവിയിൽ വെക്കാൻ പഴം ഭക്ഷണം അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങൾ പറിച്ചെടുക്കാൻ പോയപ്പം കാട്ടുമുന്തിരിപ്പഴം പറിച്ച് അതിനകത്ത് തിരിച്ചറിയാതെ മുറിച്ചിട്ടുന്ന്. തിരിച്ചറിയാതെ മുറിച്ച് പാത്രത്തിലിടും. ഒരിക്കലും തിരിച്ചറിയാതെ ഒന്നും ചെയ്യരുത്. നമുക്ക് വേണ്ട ഒരു അനുഗ്രഹമാണ് തിരിച്ചറിവ്. ഇത് പലർക്കും ഇല്ല. എനിക്കും വേണം. എനിക്കും ഈ തിരിച്ചറിവ് ആവശ്യമാണ്. നിങ്ങൾക്കും ഈ തിരിച്ചറിവ് ആവശ്യമാണ്. പറഞ്ഞ് തിരിച്ചറിവ്. ചിലർക്ക് നമുക്ക് തിരിച്ചറിയാനുള്ള കഴിവുണ്ട്, ചിലർക്കതില്ല. സത്യം പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ പല പ്രാവശ്യം പറഞ്ഞൊരു അനുഭവം നിങ്ങളോട് പറയാം. നല്ല നിലയിൽ നിൽക്കുന്ന ഒരാളാണ്, സമൂഹത്തിൽ നല്ല നിലയിൽ നിൽക്കുന്നൊരു പെൺകുട്ടിയാണ്. അത്രയും നന്നായിട്ട് പഠിച്ചു, നല്ല നിലയിലെത്തി. പക്ഷേ നല്ല ശമ്പളമുണ്ട്, ജീവിതമുണ്ട്, ഫ്ലാറ്റുണ്ട്, ജീവിക്കാൻ ആവശ്യമായതെല്ലാം ഉണ്ട്. പക്ഷേ ഇഷ്ടപ്പെട്ടത്, ഒരാളെ ഇഷ്ടപ്പെട്ടത്, അത് പാത്രത്തിലെ വിഷം പോലെ ആയിപ്പോയി. കുടുംബക്കാർ, മിത്രങ്ങൾ, സുഹൃത്തുക്കൾ, 1-2 പേരൊഴിച്ച് ബാക്കി എല്ലാവരും പറഞ്ഞു നിനക്കത് ചേരത്തില്ല കേട്ടോ, അതും കാട്ടുമുന്തിരിപ്പഴം പോലെ ഇരിക്കുമെന്നൊക്കെ അവർ പറഞ്ഞത്. പക്ഷേ 2-3 പേര് പറഞ്ഞു അത് കുഴപ്പമില്ല, പുള്ളി റെഡിയായി വരും, പുള്ളി ശരിയാവും, നീ കല്യാണമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അടിച്ചോടിക്കേണ്ടി വന്നു. അവസാനം വിവാഹമൊക്കെ കഴിഞ്ഞു. നരകതുല്യമായിരുന്നു പിന്നീടുള്ള ജീവിതം. നരകതുല്യം. ചിന്തിക്കാൻ പോലും പറ്റാത്തത്രയും ജീവിതം. നല്ല അത്യാവശ്യം വണ്ണം ഉണ്ടായിരുന്നയാൾ മെലിഞ്ഞുണങ്ങി. ഭയങ്കരമായി ക്ഷീണിച്ചപ്പോഴാണ് വീട്ടുകാരൊക്കെ അറിഞ്ഞത്. നിനക്കെന്നാ പറ്റി? നിനക്കെന്തെങ്കിലും അസുഖമുണ്ടോ? നീ ആശുപത്രിയിൽ പോയോ? എന്തെങ്കിലും ചെക്ക് ചെയ്ത്, നിനക്കെന്തോ കുഴപ്പമുണ്ട്? പിന്നീട് ചോദിച്ചു വന്നപ്പോഴാണ് ഇതിലൂടെ ഉണ്ടായ വിഷമങ്ങളും തിക്താനുഭവങ്ങളും ഈ മകൾ പറയുന്നത്. കുടുംബക്കാരൊക്കെ വന്ന് അവനെ സത്യസന്ധമായി അടിച്ചോടിക്കേണ്ടി വന്നു, അടിച്ചിറക്കേണ്ടി വന്നു വീട്ടിൽ നിന്ന്. അത്രയും ദുരന്തമായി അത് മാറി. 97 പേരും 3 പേരൊഴികെ ബാക്കി എല്ലാവരും പറഞ്ഞതാണ് നീ ഈ ബന്ധത്തിന് പോവല്ല്. അന്ന് നിനക്ക് ഈ ബൈബിളിൽ പറഞ്ഞ ആ വാക്കില്ല, തിരിച്ചറിയാൻ പറ്റിയില്ല. തിരിച്ചറിവുണ്ടാകണം. തിരിച്ചറിവ്. ഒരു മനുഷ്യനെ കാണുമ്പോൾ തിരിച്ചറിയാൻ പറ്റണം. ഇവൻ ചതിയനാണോ, കൂടെ നിന്ന് ചതിക്കാനാണോ ഇവൻ്റെ അന്തരംഗത്തിൻ്റെ പ്ലാൻ എന്ന് തിരിച്ചറിഞ്ഞോണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ നമ്മളെ ചില ദുരന്തങ്ങൾ കയറി അടിക്കും, തകർത്ത് തരിപ്പണമാക്കി കളയും. അതുകൊണ്ടാണ് പറഞ്ഞത് മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറിയ കുറുക്കന്മാരാണ്, ചെറുതാണ്. ചെറിയ കുറുക്കന്മാരെ, പട്ടിക്കുഞ്ഞുങ്ങളെ പോലെ ഇരിക്കുന്ന ചെറിയ കുറുക്കന്മാരെ എന്തിനാ പേടിക്കുന്നത്? ബൈബിൾ പറയുവാണ് അവ വളർന്നു വന്നാൽ നിന്റെ മുന്തിരിത്തോട്ടം നശിപ്പിച്ചു കളയും. അത് പൂത്തുലയാൻ തുടങ്ങിയിട്ടുണ്ട്, അതിനെ പിടികൂടുക. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ മുന്തിരിത്തോട്ടം, നമ്മുടെ ജീവിതം, നല്ല ഭാവി, നല്ല അനുഗ്രഹമുള്ള ജീവിതമൊക്കെ നശിപ്പിക്കുന്നതിനെ പുറത്തെറിഞ്ഞ് കളയുന്നൊരു സമയം കൂടിയായത്. വെറുതെ ഒരു കേൾവിക്കാരനെ പോലെ കേട്ടേച്ച് എന്തൊക്കെയോ പകുതി മനസ്സിലാക്കി പോകല്ല്. ഈ പ്രാർത്ഥനയ്ക്കൊരു വലിയ അനുഗ്രഹം നിങ്ങളുടെ മേൽ വരും. ചില അപകടങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളത് മാറിപ്പോകണം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള അപകടങ്ങളും ദുർമരണങ്ങളും മാറിപ്പോകണം. അതിന് നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണി വിചാരിച്ച നടക്കത്തില്ല. പ്രാർത്ഥനയുള്ള ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയാണ്, ഉള്ളിൽ തട്ടിയുള്ള പ്രാർത്ഥനയാണ് നിനക്ക് ആവശ്യമായിട്ടുള്ളത്. ചുമ്മാ ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന കിട്ടിയിട്ട് കാര്യമില്ല. ഉള്ളിൽ തട്ടിയുള്ളൊരു പ്രാർത്ഥന, ഉള്ളിൽ തട്ടിയുള്ള ഏലീശായുടെ പ്രാർത്ഥന അപകടത്തെ മാറ്റിക്കളഞ്ഞു. നിങ്ങളൊരു നിമിഷം നിങ്ങളുടെ വീടിനെയൊക്കെ ഒന്ന് ഓർത്തേ. നിങ്ങളുടെ വീടുകളിലുമുണ്ട് നിലവിളി ഉയരേണ്ട സാഹചര്യം. നിലവിളി ഉയരുകയാണ്. ഇത് ചുമ്മാ ഒരു വാക്കല്ല കേട്ടോ. കാര്യം വലിയ വീടും ഫ്ലാറ്റും ഒക്കെ ഉണ്ടെങ്കിലും അവിടെ നിന്ന് അപ്പുറത്തെ ഫ്ലാറ്റിലുള്ളവർ കേൾക്കുന്നുണ്ട് ഒച്ചത്തിലുള്ള നിലവിളി, കരച്ചിൽ, പിള്ളേരുടെ കരച്ചിൽ, ഭാര്യയുടെ കരച്ചിൽ.
കൈക്കുഞ്ഞിൻ്റെ കരച്ചിൽ, അലറിയുള്ള കരച്ചിൽ. നമ്മുടെ വീട്ടിൽ നിന്ന് കരച്ചിൽ ഉയരുമ്പോൾ അപ്പുറത്തെ വീട്ടുകാർ, ഇപ്പുറത്തെ വീട്ടുകാർ, പരിചയക്കാർ അവർ നോക്കും, എന്തോ പ്രശ്നമുണ്ട്, എന്നും കഷ്ടമാണ്, എന്നാ പറയാനാ, എന്നും അവിടെ കരച്ചിലാ, എന്നും അവിടെ വിഷമമാണ്. നമ്മുടെ വീടുകളിൽ നിന്ന് നിലവിളികൾ ഉയരരുത്. പ്രാർത്ഥിക്ക്, അത് മാറും. നമ്മൾ ഒരു പിടി മാവ് ആ പാത്രത്തിൽ ഇട്ടതേ ഉള്ളൂ, അപകടം മാറിപ്പോയി. നിങ്ങൾ ചിന്തിച്ചു, ആ ഒരു പിടി മാവിട്ടാൽ എങ്ങനെയാ അപകടം മാറിപ്പോകുന്നേ? അത് വിശ്വാസമാണ്. പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന മരണത്തെ പോലും മാറ്റിക്കളയും, അപകടത്തെ മാറ്റിക്കളയും. നിങ്ങളുടെ ജീവിതത്തിൽ എന്തേലും തടസ്സമുണ്ടോ? ഒരുപക്ഷെ ഉള്ളിൽ തട്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രാർത്ഥന അത് വലിയ വിടുതലിന് കാരണമാവും, വലിയൊരു അനുഗ്രഹത്തിനത് കാരണമാവും. ഒന്നും കൂടെ നിങ്ങളുടെ കരങ്ങളെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച്, നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന ഏതെങ്കിലും തടസ്സങ്ങൾ, ജീവിതത്തെ തകർക്കുന്ന എന്തേലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഓഗസ്റ്റ് 15-ാം തീയതി തന്നെ പ്രാർത്ഥിക്കുക. ഈ ദിവസം ഇത്രയും മനുഷ്യർ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ ഇടവരണം. ഇവിടെ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ ഇടവരണം. കർത്താവ്, ഇവിടെ പ്രാർത്ഥിക്കുന്ന പല മനുഷ്യരും അപകടം പറ്റിയ ശരീരം പോലെ മനസ്സുള്ളവരാണ്. ശരീരത്തിന് ആക്സിഡൻ്റ് ഒന്നും പറ്റിയിട്ടില്ല, വണ്ടിയൊന്നും ഇടിച്ചിട്ടില്ല, മരത്തിൽ നിന്നൊന്നും വീണിട്ടില്ല. പക്ഷെ മനസ്സോ കുത്തി പൊട്ടിച്ചിട്ടിരിക്കുന്ന വെറും ഒടിഞ്ഞു കിടക്കുന്ന ശരീരാവയവങ്ങൾ പോലെ തകർന്നു കിടക്കുന്ന ഒരു മനസ്സാണ് എനിക്കുള്ളത്. ശരീരത്തിനൊന്നും കുഴപ്പമില്ല, ആക്സിഡന്റ് പറ്റിയ ശരീരം പോലെ പരിക്ക് പറ്റിയ ഒരു മനസ്സെനിക്കുണ്ട്. നിലത്തു വീഴുന്ന പാത്രം പൊട്ടുന്നത് പോലെ പൊട്ടിയ മനസ്സുള്ളവർ ഇതിനകത്തുണ്ട്. പൊട്ടിയ മനസ്സുള്ളവർ എത്ര പേര് ഉള്ളിൽ തട്ടി കരയുന്നവരുണ്ട് ഇതിനകത്ത്. എത്ര പേർ ഇവിടെ നിന്ന് കൗൺസിലിംഗ് പോയ സ്ഥലത്തുനിന്ന് കരഞ്ഞവരുണ്ട്. ഞങ്ങൾക്കറിയാം നിങ്ങൾ കഥ പറയുകയല്ലെന്ന്, നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നവരുണ്ട് ഇതിനകത്ത്, ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഉള്ളുരുകി ദൈവത്തെ വിളിക്കുന്നിടത്ത് അത്ഭുതങ്ങൾ നടക്കുമെന്ന് ഈ വചനം തെളിയിച്ചിട്ടില്ലേ? ഉള്ളുരുകി ദൈവത്തെ വിളിക്കുന്നിടത്ത് അപകടങ്ങൾ മാറിപ്പോകുന്നത്, അനർത്ഥങ്ങൾ മാറിപ്പോകുന്നത്, ദുരിതങ്ങൾ മാറിപ്പോകുന്നത് അവിടെയാണ്. അവിടെ അനുഗ്രഹിക്കപ്പെടാൻ ഇടവന്നത്. ഒരു നിമിഷം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? എന്നിട്ട് ഈ വിഷയത്തെ ഒന്ന് ചേർത്ത് വെച്ച് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച്, ഇന്ന് പറഞ്ഞ വിഷയങ്ങളൊന്നും പൂർണ്ണമായൊന്നും ശരിയായില്ലെങ്കിൽ കൂടി കേട്ട ഒരു വചനവേലും മനസ്സിലിരിക്കട്ടെ. മുന്തിരിത്തോട്ടം പൂത്തുലയുവാണ്. ദൈവവചനം പറയുക, ആ പൂത്തുലയുന്ന മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കുന്ന കുറെ കുറുക്കൻ്റെ കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. നീ അതിനെ പിടികൂടുക, അല്ലെങ്കിൽ ആ മുന്തിരിത്തോട്ടം നശിപ്പിച്ചു കളയും. നിങ്ങളത് പ്രാർത്ഥിച്ചേ. ഓ, ഇതൊക്കെ എന്നാ പറയാനാ, ഇതൊക്കെ പ്രസംഗിക്കേണ്ട കാര്യമാണോ? ഇതാണ് പ്രസംഗിക്കേണ്ടത്. നിങ്ങളുടെ കുടുംബ ജീവിതത്തെ നല്ലപോലെ ജീവിക്കേണ്ട സമയമായിപ്പം. പക്ഷെ അന്നേരം കൊണ്ട് അതിനെ നശിപ്പിക്കുന്ന കുറേ വഴക്ക്, കുറേ തെറ്റിദ്ധാരണ, ഒന്ന് പറഞ്ഞ് വലിയ ഭൂകമ്പം. എന്നാ പ്രശ്നമുണ്ടോ? ഇല്ലതാനും. പ്രാർത്ഥിക്കുക. മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന ഏതോ കുറുക്കന്മാർ അതിനകത്ത് കയറിയിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് കയറിയിട്ടുണ്ട്. അതാ ഈ ഏനക്കേട് വരുന്നേ, അതാ ഈ ഇഷ്ടക്കേട് വരുന്നേ, അതാ ഈ പൊട്ടിത്തെറിക്കുന്ന ദേഷ്യത്തിൻ്റെ രൂപത്തിൽ കയറി വന്നിരിക്കുന്നേ, അതാ പെട്ടെന്ന് മുറിവേൽപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന വിധത്തിൽ എന്തോ കുറുക്കന്മാർ കയറിയിട്ടുണ്ട് നിന്റെ സ്വഭാവത്തിൽ. പൂത്തുലഞ്ഞു നിൽക്കേണ്ട മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കുന്ന, അനുഗ്രഹത്തോടെ നിൽക്കുന്ന നിന്റെ കുടുംബജീവിതത്തെ, അനുഗ്രഹത്തോടെ നിൽക്കുന്ന നിന്റെ ശുശ്രൂഷയെ, അനുഗ്രഹത്തോടെ നിൽക്കേണ്ട നിന്റെ ജീവിതത്തെ നശിപ്പിക്കുന്ന വിധത്തിൽ എന്തൊക്കെയോ കുറുക്കൻ്റെ കുഞ്ഞുങ്ങളുടെ രൂപത്തിൽ കയറി വരുന്ന പോലെ അതിനെ പിടികൂടുക, അതിനെ പിടികൂടുക, അതിനെ പിടികൂടുക. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും നിൽക്കുന്ന എല്ലാവരും ഒന്ന് കണ്ണുകളടച്ച് നിങ്ങൾ പറയില്ലേ, എൻ്റെ കുഞ്ഞിന് മൊബൈൽ അഡിക്ഷനാണ്, അവൻ്റെ നല്ല ഭാവിയെ നശിപ്പിക്കുന്ന ഒരു കുറുക്കനാണ് ആ അഡിക്ഷനായിട്ട് കയറി വന്നിരിക്കുന്നത്. ചില ആളുകൾ കൂട്ടുകൂടി കുടിക്കാനും വലിക്കാനും ചവയ്ക്കാനും കൊടുക്കും. ഇത് കുറച്ച് കുടിച്ചോ, കുറച്ച് വലിച്ചോ, നീ കുറച്ച് മുറി കൊണ്ടുപോയി വെക്ക്, ആരെ അറിയണ്ട. ഇതൊക്കെ പൂത്തുലയേണ്ട നിന്റെ ഭാവിയെ ഇല്ലാതാക്കിക്കൊണ്ടിരുന്നത്. കുടിച്ചോ വലിച്ചോ എന്നൊക്കെ തോളത്ത് കൈയിട്ട് പറഞ്ഞവരാ ഇന്ന് മുക്കുടിയനായി മാറി കുടുംബജീവിതത്തിൽ ഭാരമായി മാറിയത്. നിന്റെ ഭാര്യ കരഞ്ഞുകൊണ്ട് പല സ്ഥലത്തും പോകുന്നു.
നിന്റെ ഭാര്യയുടെ മുഖം തെളിഞ്ഞിരിക്കേണ്ട നിന്റെ ഭാര്യയുടെ മുഖം കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അത് കണ്ടില്ലേ? ചെറിയ രൂപത്തിൽ തുടങ്ങിയതാ, ചെറിയ കുറുക്കനായ, ഇച്ചിരി കുടിച്ചാ എന്നാ കുഴപ്പം, ഇച്ചിരി വലിച്ചാ എന്നാ കുഴപ്പം. അതൊന്നും നിന്റെ പൂത്തുലഞ്ഞു നിൽക്കേണ്ട നിന്റെ ജീവിതത്തെയാണ് ഇല്ലാതാക്കി കളഞ്ഞത്. നിന്റെ ബിസിനസ്സിനെയാണ് ഇല്ലാതാക്കി കളഞ്ഞത്. നിന്റെ ബിസിനസ്സിനെ, നിന്റെ ഭാവി, എത്ര പൈസ ഉണ്ടാക്കി സമൂഹത്തിൽ നാട്ടിൽ ഒരു രാജാവിനെ പോലെ ജീവിക്കേണ്ടവൻ ഇതേ കുടിച്ച് ബോധമില്ലാതെ ലക്കില്ലാതെ മുറുക്കി തൂപ്പി വളരെ മോശമായി നടക്കുന്നു. അയ്യോ, എങ്ങനെ ജീവിക്കേണ്ട ഒരു പയ്യനാണ്. നിന്റെ മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന ചെറു കുറുക്കന്മാരെ പിടികൂടുക. നിന്റെ മുന്തിരിത്തോട്ടം പൂത്തുലയുന്നുണ്ട്. നല്ല ടൈമിലായിട്ടോ ഈ പ്രാർത്ഥന കേൾക്കുന്നു. ഇവിടെ നിൽക്കുന്ന നിങ്ങൾ വലിയ വലിയ ആളുകളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. എൻ്റെ സാധാരണ ഭാഷയിൽ ഇതൊക്കെ നിങ്ങൾക്ക് പിടികിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. നിന്റെ മുന്തിരിത്തോട്ടം പൂത്തുലയുന്നു. നിങ്ങളുടെ ജീവിതമാണത്. നിന്റെ മക്കളുടെ ജീവിതമാത്. പൂത്തുലയേണ്ട ജീവിതമുണ്ട്. പക്ഷെ കയറിക്കൂടുന്ന ചെറു കുറുക്കന്മാരോട്, ചെറിയ കുറുക്കന്മാർ, ചെറുത് ആ ചെറിയ കുറുക്കന്മാരാ ഇച്ചിരി വലുതായി വലിയ കുറുക്കന്മാരാകുന്നേ. പിന്നെ പിടിക്കാൻ പാടാ. ഇപ്പോഴാണെ പിടിക്കാൻ പറ്റും. കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ നല്ല ഭാവിയെ തകർക്കുന്ന വിധത്തിൽ കയറിക്കൂടിയത് എന്താണെന്ന് നോക്കിക്കേ. എന്താണെന്ന് പ്രാർത്ഥിച്ച് അതിനെ ഇന്ന് പിടികൂടണം. എന്നിട്ട് ആ അപകടത്തെ മാറ്റിക്കളയണം. ആ അസ്വസ്ഥതകളെ മാറ്റിക്കളയണം. നിന്റെ ജീവിതത്തിന് ഐശ്വര്യക്കേട് തരുന്നതൊക്കെയും ജീവിതത്തിൽ നിന്ന് മാറണം. അനുഗ്രഹം തരാത്തതിനെ ഒക്കെയും മാറ്റിക്കളയണം. എന്നിട്ട് എല്ലാവരും ആ കരങ്ങളെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഇതൊക്കെ എത്ര പ്രാവശ്യം ശ്രദ്ധിച്ച് കേട്ടാലും നമുക്ക് പിന്നെയും ഇത് മനസ്സിലായോ എന്ന് നമുക്ക് തോന്നും. ഏലീഷായോട് അവർ പറഞ്ഞു, ഗുരു, പാത്രത്തിൽ മരണമിരിക്കുക, എന്നാ ചെയ്യേണ്ടത്? അവയിൽ കൊണ്ടുപോയി ഞങ്ങൾ തെങ്ങിൻ ചോട്ടി കൊണ്ടുപോയി കമത്തട്ടെ, കൊഴികുത്തി മൂടട്ടെ. ഏലീഷ പറഞ്ഞു, വേണ്ട, ഒരു പിടി മാവ് ഇങ്ങെടുത്തോണ്ട് വാ. ഒരു പിടി മാവ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാനാണ്? ഒരു പിടി മാവ് കൊണ്ട് അടയുണ്ടാക്കാനാണോ? അല്ല, ഒരു പിടി മാവ് ഉള്ളിൽ തട്ടി ദൈവത്തെ വിളിക്കുന്നവൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ആ ഒരു പിടി മാവ് അതിനകത്തിട്ട് ഇളക്കി. ആ ദുരന്തം മാറിപ്പോയി. നിങ്ങൾ കേട്ട വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് മിക്സ് ചെയ്യാൻ പോവാ. ഇവിടെ നിന്ന് ഇന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ചേർത്ത് വെക്കുമ്പോൾ ചില തടസ്സങ്ങൾ അങ്ങ് മാറിപ്പോകും. ബൈബിളിൽ എഴുതിയിരിക്കുന്ന വാക്കുണ്ട്, അപകടം മാറിപ്പോയിന്ന്. അപകടം മാറിപ്പോകും. വിശ്വസിക്കുന്നുണ്ടോ? അപകടം മാറിപ്പോകും, തകർച്ചകൾ മാറിപ്പോകും, ഈ രോഗം മാറിപ്പോകും, ഈ ദുരന്തങ്ങൾ മാറിപ്പോകും. എനിക്കൊരു നല്ല കാലം ദൈവം തരും. എനിക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ദൈവം തരും. ഹല്ലേലൂയ. ഇവിടെ നിൽക്കുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും വീടുകളിൽ നിലവിളി ഉയരുന്നുണ്ടോ? നിലവിളി, വഴക്ക്, ടെൻഷൻ, സങ്കടമുള്ള മുഖം. ഇങ്ങോട്ട് പോന്നപ്പോൾ ഭാര്യയുടെ കരഞ്ഞ കണ്ണുകൾ, നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ ഭർത്താവിൻ്റെ മനോദുഃഖം, അത് കണ്ടിട്ടാണോ വന്നത്? നിലവിളി. എൻ്റെ ദൈവം, എൻ്റെ വീട്ടിൽ മിക്ക ദിവസവും നിലവിളിയാണല്ലോ, കൂട്ടക്കരച്ചിലാണ്. ഒരു പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞിൻ്റെയും വീട്ടിൽ നിന്ന് നിലവിളികൾ ഉയരാൻ പാടില്ല. നിങ്ങൾ ഇന്ന് വിശ്വസിച്ച് പറയാം, എൻ്റെ വീട്ടിൽ നിന്ന് ഉയരേണ്ടത് വിശ്വാസത്തിൻ്റെ ശബ്ദമായിരിക്കണം, പ്രാർത്ഥനയുടെ ശബ്ദമായിരിക്കണം, സന്തോഷത്തിൻ്റെ അലടിയായിരിക്കണം. ഞാനൊക്കെ കൊതിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന്, എൻ്റെ വീട്ടിലൊക്കെ ഞങ്ങൾ അലറിയിട്ടുണ്ട്, പേടിച്ച് കരഞ്ഞിട്ടുണ്ട്, തൊണ്ണ പൊട്ടുന്ന വിധത്തിൽ പേടിച്ചിട്ട്. 10 മണിക്കും 11 മണിക്കും 12 മണിക്കും ഒക്കെ എല്ലാവരും കിടന്ന് ഉറങ്ങി. പിറ്റേ ദിവസം ചോദിക്കും, നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്നാ ഒരു കരച്ചിൽ കേട്ടത്? എന്നാ പറയാനാ, ഇതായിരുന്നു സാഹചര്യം. ഉച്ചത്തിൽ ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അല്ല, എൻ്റെ വീട്ടിലുള്ള പലരും കരഞ്ഞിട്ടുണ്ട് ഉച്ചത്തിൽ. അപ്പോൾ നമ്മൾ ഓർക്കും, ആ വീട്ടുകാർക്ക് എന്ത് സുഖമോ, എന്ത് സമാധാനത്തോടെ അവർ കിടന്നുറങ്ങുന്നു. സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ. പ്രാർത്ഥിക്ക്. അപകടം മാറിപ്പോകും, ദുരന്തങ്ങൾ മാറിപ്പോകും. ദുരന്തങ്ങൾ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, അപകടം മാറിപ്പോയി എന്ന്. ഇന്നിവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും നിങ്ങളുടെ പാസ്പോർട്ടോ മെഡിക്കൽ റിപ്പോർട്ടോ ഒക്കെ എടുത്തേക്ക് ഒന്ന് കയ്യിലെടുത്ത് പിടിച്ച് എന്നിട്ട് പറ, തടസ്സങ്ങൾ മാറിപ്പോകും. ഈ ആരാധനയുടെ ശബ്ദം കേൾക്കുമ്പോൾ എൻ്റെ ഈ മെഡിക്കൽ റിപ്പോർട്ടിൽ രോഗം അതൊക്കെ മാറിപ്പോകും. ഓപ്പറേഷൻ കൂടാതെ സൗഖ്യം ഉണ്ടാകും. എൻ്റെ കുടുംബത്തിനകത്തുള്ള വിഷമങ്ങളും പിണക്കങ്ങളും മാറിപ്പോകും. പിണങ്ങിയിരിക്കുന്നവരുണ്ടോ? പ്രിയപ്പെട്ടവരോട് പിണങ്ങിയിരിക്കുന്നവരുണ്ടോ? പ്രിയപ്പെട്ടവരോട് ദേഷ്യം കാണിക്കുന്നവരുണ്ടോ? അത് ക്ഷമിക്കണം. നല്ല ജീവിതം ആരൊക്കെയോ കൊതിച്ചത് കൊണ്ടാണ് പല പിണക്കങ്ങളും ഉണ്ടായത്. കണ്ണുകളും അടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്ക്. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഉള്ളിൽ തട്ടി ഒരു പ്രാർത്ഥന മതി കുഞ്ഞെ.
നിന്റെ ജീവിതം ഒന്ന് ഉയർത്തെഴുന്നേൽക്കാൻ. ആനകുതിര കാര്യമൊന്നും ചെയ്യണ്ട. ആരും ഒരു കിലോ സ്വർണം തരണ്ട, കുറേ കൊട്ടപ്പിടി പൈസയും തരണ്ട. ഉള്ളിൽ തട്ടിയുള്ള ഒരു പ്രാർത്ഥന മതി നീ രക്ഷപ്പെടാൻ. ഉള്ളിൽ തട്ടിയുള്ള ഒരു പ്രാർത്ഥന മതി എനിക്ക് ഈ തകർച്ചയിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകാൻ. ഉള്ളിൽ തട്ടി പ്രാർത്ഥിക്കാൻ നിനക്ക് ഒരാളുണ്ടെങ്കിൽ അപകടങ്ങൾ മാറിപ്പോകാൻ തുടങ്ങും. ഒരു മരണത്തിന് പോലും നിന്നെ തോൽപ്പിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരും. മരണത്തിന് പോലും ദൈവം നിന്നെ വിട്ടുകൊടുക്കുകയില്ല. ഒരു ശത്രുവിനും ദൈവം നിന്നെ വിട്ടുകൊടുക്കുകയില്ല. പ്രാർത്ഥിക്കുന്ന ഒരാൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു തകർച്ചയ്ക്കും ദൈവം നിങ്ങളെ വിട്ടുകൊടുക്കുകയില്ല. ഒരു അനർത്ഥത്തിനും ദൈവം വിട്ടുകൊടുക്കത്തില്ല. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിക്കാമോ? എന്നിട്ട് ഒരു നിമിഷം എല്ലാവരും ആ കണ്ണുകൾ അടച്ചൊന്ന് കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ മുന്തിരിത്തോട്ടം പൂത്തുലയാൻ തുടങ്ങി. നല്ല സമയമാണ്. അന്നേരം ഉണ്ട് ആ മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന കുറെ കുറുക്കൻ്റെ കുഞ്ഞുങ്ങൾ കയറി വന്നിരിക്കുന്നു. അതിനെ പിടികൂടുക, അല്ലെങ്കിൽ അത് വളർന്ന മുന്തിരിത്തോട്ടം നശിപ്പിക്കും. നിന്റെ കുടുംബം നശിപ്പിക്കും, നിന്റെ ഭാവി നശിപ്പിക്കും, നിന്റെ പിള്ളേരുടെ ഭാവി നശിപ്പിക്കും, നിന്റെ കുടുംബ ജീവിതത്തെ അത് നശിപ്പിക്കും, നിന്റെ ബിസിനസ്സിനെ അത് നശിപ്പിക്കും. അതിനെ പിടികൂടണം. അതിനെ പ്രാർത്ഥനയിൽ പിടികൂടുന്ന സമയമായത്. ഒന്ന് കരങ്ങളെ ഉയർത്തി, ശബ്ദം ഉയർത്തി, അധരങ്ങളെ തുറന്നൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ, ഞങ്ങളുടെ കുടുംബത്തെ ഈ സമയത്ത് ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ രക്ഷയുടെ സന്തോഷം ഉണ്ടാകണം. നിലവിളികളെ മാറ്റണമേ, കരച്ചിലിനെ മാറ്റണമേ, തകർച്ചകളെ മാറ്റണമേ. ജീസസ്. കരമടിച്ചൊന്ന് പാടാം. ഒരുമിച്ച് യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമ രക്ഷയായി, യേശുവിൻ നാമ ശക്തിയായി, യേശുവിന്റെ വീടെടുത്തു. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമ രക്ഷയായി, യേശുവിൻ നാമ ശക്തിയായി, യേശുവിനെ വീടെടുത്തു. അതുകൊണ്ട് ഒരു നിമിഷം നിന്നുകൊണ്ട് തന്നെ ഏറ്റവും മുമ്പിലും ഏറ്റവും പുറകിലും സൈഡിലും ഒക്കെ നിൽക്കുന്നവർ കേൾക്കുക. മുന്തിരിത്തോട്ടം പൂത്തുലയുന്നു. കുറേ ചെറിയ കുറുക്കന്മാർ അതിനെ പിടികൂടുക, അല്ലെങ്കിൽ അത് നശിപ്പിക്കും. ഇവിടെ ഇരിക്കുന്ന എല്ലാ മാതാപിതാക്കളും മക്കളും ശുശ്രൂഷകരും ഞാനും എല്ലാം ശ്രദ്ധിക്കേണ്ട വചനമാണ്. ഇപ്പോൾ ചെറിയ കുറുക്കന്മാരാണ്, വളർന്നിട്ടില്ല, പക്ഷെ അത് നമ്മുടെ നന്മയെ ഇല്ലാതാക്കും. രണ്ടാമത്തെ കാര്യം, എലീഷ അവിടെ ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ ആ ഭക്ഷണം എല്ലാവരും തിന്ന് കൂട്ട മരണം ഉണ്ടായേനെ. അവിടെ വലിയ ഒരു നിലവിളി ഉയർന്നേനെ. ആ ഒരൊറ്റ
മനുഷ്യൻ്റെ പ്രാർത്ഥനയാണ് അത്രയും വലിയൊരു ദുരന്തത്തെ മാറ്റിയത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്, ഒരു പുണ്യമുണ്ട്. നമ്മളറിയുന്നില്ല നമ്മുടെ വീട്ടിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതൊക്കെ നമ്മളിവിടെ നിന്ന് അലറിക്കാറി തൊണ്ണ പൊട്ടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചിലതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് മാറി പോകുന്നുണ്ട്. നമ്മളാരും പറയും, നമ്മൾ പറയില്ലേ അവരങ്ങ് പ്രാർത്ഥനയ്ക്കൊക്കെ എവിടെയോ പോയേക്കുക. ചിലർ പറയും പ്രാർത്ഥനയ്ക്കാന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്, എന്നാത്തിനാന്ന് ആർക്കറിയാം. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളെക്കുറിച്ച് പറയുന്നത്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മൾ പോലും അറിയാതെ ചില നന്മകളും ചില വിടുതലുകളും നമ്മുടെ ഭവനത്തിലൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കണ്ണുകൾ നടക്കുക. മുന്തിരിത്തോട്ടം പൂത്തുലയുവാണ്, നല്ല സമയമാണ്. അപ്പോൾ ഉണ്ട് കുറുക്കന്മാർ, ചെറിയ കുറുക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളോർക്കും ഈ പട്ടിക്കുഞ്ഞിൻ്റെ അത്രയും വലിപ്പമുള്ള കുറുക്കന്മാരെ എന്തിനാണ് പേടിക്കുന്നത്? ബൈബിൾ പറയുന്നു പേടിക്കണം, അത് നിൻ്റെ മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കും. ഇപ്പം ചെറുതാ, ചെറിയ വിഷയമാ, ചെറിയ പ്രശ്നമാ, ആ സാരമില്ല. അല്ല, അതിനെ അങ്ങനെ പറ്റത്തില്ല, അതിനെ പിടികൂടണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറയും ഇപ്പോൾ അതൊരു കുഴപ്പമില്ല, സാരമില്ല, പോട്ടെ. ഇല്ല, അത് ആ കുഞ്ഞിൻ്റെ ഭാവിയെ ഇല്ലാതാക്കാൻ കയറി വന്നിരിക്കുന്ന ചെറിയ കുറുക്കനാണ്. അതിനെ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ വിവേകത്തോടെ പിടികൂടണം. ഇല്ലെങ്കിൽ അവനെത്തേണ്ട സ്ഥാനത്ത് അവരെത്താതെ പോകും, ശോഭിക്കേണ്ടതുപോലെ അവർ ശോഭിക്കാതെ പോകും. ഇന്ന് കേട്ട വചനം നിങ്ങൾക്ക് എത്രമാത്രം പ്രയോജനപ്പെട്ടു എന്നൊന്നും എനിക്കറിയില്ല. കണ്ണുകളടച്ചൊന്ന് പറഞ്ഞേ, ഒന്നും കിട്ടിയില്ലേലും ദൈവമേ എൻ്റെ വീട്ടിൽ നിന്ന് നിലവിളികൾ ഉയരാൻ പാടില്ല. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മക്കളുടെയും കരച്ചിലുകൾ, അപ്പുറത്തെ വീട്ടുകാർ എന്നാ പറ്റി എന്നറിയില്ലല്ലോ, ഭയങ്കര കരച്ചിൽ കേട്ടല്ലോ, ചോദിക്കാൻ പോലും ഇടയാകല്ല. നമ്മുടെ വീട്ടിൽ സന്തോഷത്തെ നിറയ്ക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ വീടിൻ്റെ സന്തോഷത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ കയ്യിലാണ് ദൈവം തന്നിരിക്കുന്നത്. കരയിപ്പിക്കാൻ എല്ലാവർക്കും പറ്റും, സന്തോഷിപ്പിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റത്തില്ല. നിങ്ങളുടെ വീടിൻ്റെ സന്തോഷം ഇന്ന് നിങ്ങളുടെ കയ്യിലാണ് തന്നിരിക്കുന്നത്. സന്തോഷമായിട്ടിരിക്കുക. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിങ്ങളുടെ ആ വിശ്വാസം, ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുമെന്ന വിശ്വാസം പറഞ്ഞു നടക്കുക. വിശ്വാസം പറയുമ്പോൾ നടക്കേണ്ടത് ജീവിതത്തിൽ നടക്കും. ദൈവം അത് നടത്തി തരും. നിനക്ക് ദൈവം മുന്നിൽ നിന്നത് നടത്തി തരും. നിന്റെ ജീവിതത്തിൻ്റെ ഇന്നുവരെ തടസ്സമാ ശരിയാകുന്ന ദൈവം തന്നെ മുന്നിൽ നിന്ന് നിനക്ക് വേണ്ടി അത് നടത്തി തരുമെങ്കിലോ ധൈര്യമായിട്ടിരിക്കുക. അപകടം മാറിപ്പോകും, നന്മകൾ കയറി വരും, ഐശ്വര്യം കയറി വരും. പ്രത്യേകിച്ച് ഈ മാസം വിവാഹപ്രായമായിട്ടും വിവാഹം നടന്നിട്ടില്ലാത്തവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അനുഗ്രഹമുള്ള ബന്ധങ്ങൾ നിനക്കുണ്ടാകട്ടെ. നല്ല ദൈവാനുഗ്രഹമുള്ള വിവാഹം നിനക്ക് നടന്നു കിട്ടട്ടെ. എന്തേലും ഒരു കല്യാണം എങ്ങനെയും അല്ല, ദൈവാനുഗ്രഹമുള്ളത്, ദൈവഹിതപ്രകാരമായത്, അത് നിൻ്റെ ഭവനത്തിൽ ഒരു മംഗളകരമായത് നടക്കണം. സന്തോഷമുള്ള ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തൊരു പന്തലുണ്ടാകണം. സന്തോഷമുള്ളൊരു കാര്യം നടക്കാൻ നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തൊരു പന്തൽ ഉയരണം. സന്തോഷമുള്ളൊരു മംഗളകരമായൊരു കാര്യത്തിന് വേണ്ടി വീട്ടുമുറ്റത്തൊരു പന്തൽ, വീട്ടിൽ ബന്ധുക്കൾ പ്രിയപ്പെട്ടവർ കയറി വരണം ആഘോഷത്തിൽ പങ്കെടുക്കാൻ. നിങ്ങളുടെ വീടുകളിൽ വിവാഹം നടക്കുന്നത് വിശ്വാസത്തിൽ കാണുക. മംഗളകരമായൊരു കാര്യം നടക്കാൻ മുറ്റത്ത് പന്തലിടുന്നത്, ബന്ധുക്കൾ കയറി വരുന്നത് വിശ്വാസത്തിൽ കാണുക. നീ ഇന്ന് വിശ്വാസത്തിൽ കണ്ടത് നിനക്ക് അനുഗ്രഹമായത് സാധിച്ചു കിട്ടും. ഈശോയെ, അങ്ങയുടെ വചനം കേട്ടതിന് നന്ദി.